ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇങ്ങനെ ടൈം വൺ വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 5 സെക്കൻഡിനകത്ത് സോൾവ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഖിൽ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 24 ദിവസം. ഓക്കെ, ഷ്യാം ക്യാൻ കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക്. സെയിം വർക്ക് ഷ്യാമിന് 12 ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റും. ഇഫ് ബോത്ത് ഓഫ് ദം വർക്ക് ടുഗദർ, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദേ കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക്? ഇതെങ്ങനെ 5 സെക്കൻഡ് സോൾവ് ചെയ്യുന്നത് വെച്ചാൽ 12ന് 24 എൽ സി എം എത്ര? 24. അപ്പോൾ 24 ബൈ 24 എത്ര തവണ 24 ഒരു തവണ, 12 എത്ര പോകും? 2 തവണ. ആഡ് ദാറ്റ് ഈസ് ബൈ 3. ഇതാണ് ആൻസർ. എത്ര? 8 ഡേയ്സ്. ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടാ. നോക്ക്, CHS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. 5 സെക്കൻഡ് മതി ഇതൊക്കെ. ദാറ്റ് ഈസ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അഖിലിന് 24 ദിവസം എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഷ്യാമിന് എടുക്കുന്നത് എത്ര? 12 ദിവസം. രണ്ടിൻ്റെ എൽ സി എം എത്ര? നമ്മൾ വർക്ക് കണ്ടുപിടിക്കേണ്ട എൽ സി എം അല്ല എടുക്കുക. രണ്ടിൻ്റെ എൽ സി എം 24 ഓക്കെ, 24 എത്ര പോകും? ഒരു തവണ. 12 2 തവണ. ഓക്കെ, ദാറ്റ് ഈസ് ടോട്ടൽ 1 + 2 എത്ര? ദാറ്റ് ഈസ് 3. നമ്മൾ ടോട്ടൽ വർക്ക് എത്ര എൽ സി എം വേണ്ടത്? എത്ര എൽ സി എം കിട്ടിയത്? ഇനി നമ്പർ ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻ ഹൗ മെനി ഡേയ്സ് ദേ കൻ കംപ്ലീറ്റ്, റൈറ്റ്? അത് സിംപ്ലി 24/3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 8. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫാക്ടറി എ പീസ് ഓഫ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ റെയ്മ ഇൻ 15 ഡേയ്സ്. 15 ദിവസം. ജോയ് എത്ര ദിവസം എടുക്കും? ജോയ് ക്യാൻ കംപ്ലീറ്റ് ഇൻ 10 ഡേയ്സ്. ഓക്കെ, the factory manager wants to complete the work as soon as possible, ordered Joy and Reema to work together. രണ്ടുപേരും ഒരുമിച്ച് പണിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എത്ര ദിവസമായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് പണി തീർക്കുക? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എൽസിയം എടുക്കുക. എൽസിയം എത്ര? 15നും 10നും 30 എഴുതാം. ഇനി 15 30 എത്ര തവണ പോകും? 2 തവണ പോകും. 10 30 എത്ര തവണ പോകും? 3 തവണ പോകും. 2 + 3 5 ഡിവൈഡഡ് ബൈ 5. 6 ആൻസർ. 5 സെക്കൻഡിനുള്ളിൽ കിട്ടിയില്ലേ? ഞാൻ ഇനി കാണിച്ചത് എങ്ങനെയാണ്. ദാറ്റ് ഈസ് റെയ്മയ്ക്ക് എടുക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 15 ദിവസം. ഓക്കെ, ഇനി ജോയിൻ എടുക്കുന്ന ദിവസം എന്ന് വെച്ചാൽ 10 ദിവസം. ഓക്കെ, രണ്ടുപേരും എൽ സി എം വരുന്നത് 30. അപ്പോൾ റെയ്മയ്ക്ക് എത്ര? ഇവിടെ 2. ഓക്കെ, ഇനി ജോയിനോ 3. ദർ കമ്പൈൻഡ് ഇറ്റ് വിൽ ബി 5. ഇനി 30/5 എത്ര? ദാറ്റ് വിൽ ബി 6. ദാറ്റ് ഈസ് ആൻസർ. ഇനി ഇതേ ഒരു ക്വസ്റ്റ്യനിൽ വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. വേറൊരു 5 സെക്കൻഡ് ട്രിക്കും കൂടെ ഉണ്ട്. കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലോ. ഇതിൻ്റെ അകത്ത് അഖിൽ ക്യാൻ കംപ്ലീറ്റ് വർക്ക് ഇൻ 24 ഡേയ്സ്, ഷ്യാം ക്യാൻ കംപ്ലീറ്റ് ഇൻ 12 ഡേയ്സ്. എന്തുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 24 × 12 ഡിവൈഡഡ് ബൈ 24 + 12 എത്ര? ദാറ്റ് ഈസ് 36. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ എത്ര? ഇവിടെ 3 കിട്ടും. ഇപ്പോൾ എത്ര? 8 തോന്നില്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണുള്ളത്? അഖിലിന് 24 ദിവസം കംപ്ലീറ്റ് എടുക്കുമെങ്കിൽ 24 ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഷ്യാമിന് 12 ദിവസം എടുക്കുമെങ്കിൽ ഷ്യാമിൻ്റെ 12 എഴുതുക. ഇനി ബാക്കിയുള്ള താഴെയുള്ള വാല്യൂ ഇല്ലേ, അതെന്ത് ചെയ്യേണ്ടത്? 24 + 12. മുകളിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 2 ആഡ് ചെയ്യുക. എന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിം ആൻസർ തന്നെ കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണിച്ചു. നോക്ക്, 2 വാല്യൂ ഉള്ള 15 ഡേയ്സ് 10 ഡേയ്സ്. ദാറ്റ് ഈസ് 15 × 10. താഴെ 2 ആഡ് ചെയ്യുക, 25. നോക്കി നോക്ക്, ഇവിടെ 3 വരും, ഇവിടെ 5 വരും. 5 10 2 ആണ്. 6 ആൻസർ വന്നില്ലേ? ഓക്കെ, 6 ആൻസർ വന്നില്ലേ? സോ ഇതും ഒരു ട്രിക്ക് തന്നെയാണ്. ദാറ്റ് ഈസ് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജെയ്സൺ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 23.4 ഡേയ്സ്. റഫീ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 39 ഡേയ്സ്. എന്താ പറഞ്ഞാൽ? മുകളിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഹൗ മെനി ഡേയ്സ് ക്യാൻ ദി കംപ്ലീറ്റ് ദ സെയിം വർക്ക് ടുഗദർ? രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം അവർക്ക് തീർക്കാൻ പറ്റും? മുകളിൽ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 39 × 23.4. ഇനി താഴെ 2 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 62.4. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 14.625 എന്ന് കിട്ടും. ട്രിക്ക് മനസ്സിലായില്ലേ? മുകളിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 2 ആഡ് ചെയ്യുക. ഇതൊരു ട്രിക്ക് തന്നെ. A can complete 1/3 of the work in 7 days. അപ്പോൾ മുഴുവൻ വർക്ക് തീർക്കാൻ എത്ര ദിവസം എടുക്കും? ദാറ്റ് ഈസ് 7 × 3 21 ഡേയ്സ്. ഇത് എന്. ഓക്കെ, എത്ര എടുക്കും? 21 ഡേയ്സ്. ആൻഡ് ബി can complete 2/7 of the work in 10 days. അപ്പോൾ മുഴുവൻ വർക്ക് എത്ര എടുക്കും? ബി എടുക്കാൻ ദാറ്റ് ഈസ് 10 × 7/2. 10 × 5 35. ദാറ്റ് ഈസ് 35 ഡേയ്സ്. ഓക്കെ, in how many days can A and B complete the same വർക്ക് ഇഫ് ദ വർക്ക് ടുഗദർ? ഒരുമിച്ച് വർക്ക് ജോലി തന്നെ എത്ര ദിവസത്തിൽ അവർക്ക് തീർക്കാം? നേരത്തെ ദിവസം അതേ ടൈപ്പ്. ദാറ്റ് ഇസ് 21 × 35 + 2 കൂടെ ആഡ് ചെയ്യും, 56 എന്ന് വരും. 7 × 21, ഇവിടെ 8 വരും. ദാറ്റ് വിൽ ബി 105/8 വരും. ദാറ്റ് വിൽ ബി 1 and 2 വിൽ ബി ഹിയർ. ദാറ്റ് വിൽ ബി 13 ആൻഡ് റിമൈൻഡർ വിൽ ബി 1/8. 13 1/8. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സുമിത് ആൻഡ് രാജീവ് ടുഗദർ ക്യാൻ ഡു എ വർക്ക്. നോക്കി, ഇവിടെ ടൈം ടേക്കൺ ബൈ ബോത്ത് സുമിത് പ്ലസ് രാജീവ്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെയല്ല, ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 20 മണിക്കൂർ. വേറെ സുമിത് എലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 25 hours.
ഇന്നത്തെ ക്വസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ രണ്ടിൻ്റെ എൽസിയം എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് 100. ഇനി നോക്ക്, ഇവിടെ 100 എത്താൻ വേണ്ടി എത്ര ചെയ്യണം? ദാറ്റ് ഈസ് ഇൻറ്റു ദാറ്റ് വിൽ ബി 5. ഇവിടെ 25 ഇൻറ്റു എത്ര? 4. അപ്പോൾ എഫിഷ്യൻസി ഓഫ് നോക്കി, എസിൻ്റെ ഇവിടെ വാല്യൂ നമുക്കറിയാം, എസിൻ്റെ 4 എന്നറിയാം. അപ്പോൾ ആറിൻ്റെ എന്തായിരിക്കും? ആറിൻ്റെ, കാരണം എസ് ഇവിടെ 4 തന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ആറിൻ്റെ എത്ര ആയിരിക്കും? ദാറ്റ് വിൽ ബി 1. ആറിൻ്റെ എത്ര ആയിരിക്കും? ദാറ്റ് വിൽ ബി 1. എന്നാൽ എസിൻ്റെ എന്താണ് 4ആയ ആറിൻ്റെ എത്ര ആയിരിക്കും? 5 എത്ര വേണ്ട? 1. അപ്പോൾ ഇനി ഹൗ മെനി ഹവേഴ്സ് രാജീവ് ക്യാൻ എല്ലാം ഡു ദ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 100/1. ദാറ്റ് ഇസ് ഈക്വൽ ടു 100 itself. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എ ക്യാൻ കംപ്ലീറ്റ്. ഇവിടെ നോക്കുക ഗൈസ്, എ ക്യാൻ ഡു 20% of the work in 7 days. B can do 25% in 7 days. അപ്പോൾ ടോട്ടൽ 7 days A plus B ടുഗദർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് വർക്ക് ചെയ്തിരുന്നു? ദാറ്റ് ഇസ് സിമ്പിൾ അല്ലേ? ദാറ്റ് ഈസ് ജസ്റ്റ് 25 പ്ലസ് 20%, 45% ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എങ്ങനെയാണോ നോക്ക്, ഇത് മേ ബി ഇതായിരിക്കും ഒരു ടോട്ടൽ വർക്ക്. എ എത്ര ശതമാനം തീർക്കുന്നു? 20%. ഇനി ബി 25%. ഇങ്ങനെ 25%, ബി ഇങ്ങനെ, എ 20% ഇങ്ങനെ. രണ്ടും പേരും കൂടി 7 ദിവസം, ഇത് എ 7 ദിവസത്തിൽ തീർക്കുന്നു, ബി 7 ദിവസത്തിൽ തീർക്കുന്നു. മൊത്തം കൂടി 7 ദിവസത്തിൽ രണ്ടുപേരും കൂടി എത്ര വർക്ക് തീർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 20 + 25 ദാറ്റ് ഇസ് 40. എ ക്യാൻ ഡു 87.5% ഓഫ് ദ വർക്ക് ഇൻ 35 days. അപ്പോൾ 100% ഓഫ് ദ വർക്ക്സ് എത്ര ദിവസം എടുക്കും? സിമ്പിൾ അല്ലേ? ഇനി വെറും ജസ്റ്റ് 35 ബൈ എന്താ നിൽക്കുന്നത് 87.5 ഇൻറ്റു 100% ചെയ്താൽ മാത്രം മതി. അപ്പോൾ എ എത്ര ദിവസം, ടോട്ടൽ എത്ര ദിവസം എടുക്കുന്നത് കിട്ടും? 100% വർക്ക് ചെയ്യാൻ. ഓക്കെ, while B can do 65% of the same work in 23.4 days. If they work together, what is a fraction of the work will get done in 1 day? നോക്ക്, 12.5 ഇൻറ്റു 8 ആണ് 100 വരെ. 12.5 ഇൻറ്റു 8 ആണ് 100 വരെ. 12.5 ഇൻറ്റു 7 ആണ് 87.5 വരെ. ഓക്കെ, ഇനി 7 ഇൻറ്റു 5 ദാറ്റ് വിൽ ബി 40. അപ്പോൾ എന് 100% ഓഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 40 ദിവസം എടുക്കും. ഓക്കെ, ഇനി ബീന് നോക്ക്, 65% വർക്ക് ചെയ്യാൻ എടുക്കുന്നത് 23.4 days. അപ്പോൾ 23.4 എത്ര? 65% വർക്ക്. ഇനി നമുക്ക് എത്ര വേണ്ട? 100% വർക്ക് എത്ര ദിവസം എടുക്കുന്നു ചെയ്യണം. ഓക്കെ, 5 10 20 5 5 5 13. ഓക്കെ, ദാറ്റ് വിൽ ബി 36 കിട്ടും, 36 days. ഓക്കെ, ചോദിച്ചത് എന്താണ് ഗൈസ്? ചോദിച്ചത് ഇഫ് ദ വർക്ക് ടുഗദർ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വർക്ക് വിൽ ഗെറ്റ് ഡൺ ഇൻ 1 day. ഓക്കെ, ഒരു ദിവസം എത്ര ഫ്രാക്ഷൻ ഓഫ് വർക്ക് ചെയ്ത് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൽസിയം എടുക്കുക കൂട്ടാ. 40 ഉണ്ട്, 36 ഉണ്ട്, റൈറ്റ്? എൽസിയം എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അത് എഴുതും. 40 ഈക്വൽ ടു എന്താ? 4 ഇൻറ്റു 10 ആണ്. 36 ഈക്വൽ ടു എന്താ? 4 ഇൻറ്റു 9 ആണ്. അപ്പോൾ എൽസിയം എത്ര വരിക? ദാറ്റ് ഈസ് 4 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 9. ഓക്കെ, ദാറ്റ് ഈസ് 360. ഓക്കെ, 360 വരും. ഓക്കെ, ഇങ്ങനെ ചെയ്തോ. ഇനി ഹിയർ ഇറ്റ് ഈസ് 9 യൂണിറ്റ്സ്. 40 ഇൻറ്റു 9 ആണ് 360. 36 ഇൻറ്റു 10 ആണ് 360. ഇനി അവർ മൊത്തം എഫിഷ്യൻസി എത്ര? 19 യൂണിറ്റ്സ്. ഓക്കെ, 19 യൂണിറ്റ്സ്. അപ്പോൾ ഒരു ഡേയുടെ വർക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 19 യൂണിറ്റ്സ്. ഇനി ഒരു ദിവസം എത്ര ചെയ്യുമെന്നല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വർക്ക് വിൽ ഗെറ്റ് ഡൺ ഇൻ 1 day. ചോദിച്ചത് സിമ്പിൾ ആയിട്ട് ഇത് എത്ര ഭാഗമാണെന്ന് വെച്ചാൽ വാട്ട് ഫ്രാക്ഷൻ ദാറ്റ് വിൽ ബി 19 ബൈ ടോട്ടൽ വർക്ക് എത്ര? 360. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 360. ദാറ്റ് ഇസ് ആൻസർ ഗൈസ്. 19 by 360. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Raju and Akbar takes 4 hours and 6 hours to type 32 pages and 48 pages respectively. If they type 256 pages together starting at the same time, how many time will they take? നോക്ക്, രാജുവിന് എത്ര ഇതെടുക്കും? 4 മണിക്കൂർ എടുക്കും 32 പേജ് എഴുതാൻ. അപ്പോൾ രാജു 1 മണിക്കൂറിൽ എത്ര പേജ് എഴുതി മാറ്റും? 8 പേജ് അല്ലേ? 8 എങ്ങനെ കിട്ടിയെന്നോ? ഈ 4 കൊണ്ട് 32 ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര എന്ന് കിട്ടും? ദാറ്റ് വിൽ ബി 8 പേജ്. ഇനി അക്ബറിന്റെ കേസിലോ 6 മണിക്കൂർ കൊണ്ട് 48 പേജ്. അപ്പോൾ 1 മണിക്കൂറിൽ അക്ബർ തീർക്കുന്നത് അതും 8 ആണല്ലോ. അതും 8 ബിക്കോസ് 48/6 8. ഇനി നോക്ക്, 1 മണിക്കൂറിൽ രണ്ടുപേരും കൂടിയും എത്ര പേജ് തീർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 + 8 16 പേജ് രണ്ടുപേരും കൂടി തീർക്കും. ഇനി നമുക്ക് എത്ര വേണ്ട? 256 പേജ് വേണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു 2 സൈഡിൽ ഇൻറ്റു 16. അപ്പോൾ ടോട്ടൽ ഹവേഴ്സ് എത്ര? 16 മണിക്കൂർ. ഇവിടെ 256 പേജ് തീർക്കാനായിട്ട് രണ്ടുപേരും കൂടി എടുക്കുന്ന സമയമാണ് 16 hours. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ.
വിപിൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 2 days. വിപിൻ 2 ദിവസത്തിനടുത്ത് ചെയ്ത് തീർക്കും. വൈഭവ് ക്യാൻ ഡു ദ പീസ് ഓഫ് വർക്ക് ഇൻ 3 days. ആൻഡ് ചിറാഗ് ക്യാൻ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ 6 days. ഇഫ് ദ സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ ഹൗ മെനി ഡേയ്സ് വിൽ ദ കംപ്ലീറ്റ്? നോക്ക്, വിപിൻ എത്ര ദിവസം എടുക്കും? വിപിൻ 2 ദിവസം എടുക്കും. ഇനി വൈഭവിന് എത്ര ദിവസം എടുക്കും? വൈഭവിന് 3 ദിവസം എടുക്കും. ചിറാഗിനോ 6 ദിവസം എടുക്കും. അതിന് എൽസിയം ആണ്, ദാറ്റ് ഈസ് 6. ഓക്കെ, 2 into 3, 3 into 2, 6 into 1. മൊത്തം എഫിഷ്യൻസി വരുന്നത് 6. ഓക്കെ, അപ്പോൾ ഇനി ഹൗ മെനി ഡേയ്സ് വിൽ ദ കംപ്ലീറ്റ് ദ ടോട്ടൽ വർക്ക് 6. ഇനി എഫിഷ്യൻസി വരുന്ന 6. ടോട്ടൽ ഡേയ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 1. ഓക്കെ, ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇനി സെയിം ടൈപ്പ് തന്നെ ABC ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എത്ര? ABC ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12, 15, 20 days. ഇനി മൊത്തം എൽസിയം എത്ര? 60 അല്ലേ? അപ്പോൾ 12 into 5, 15 into 4, ഓക്കെ, 20 into 3. ടോട്ടൽ എഫിഷ്യൻസി വരുന്നത് 9, 12. എത്ര ദിവസം എടുക്കും? 60/12, ദാറ്റ് ഈസ് 5 ദിവസം. 5 days is answer. 60/12, 5 ദിവസം. MNO can complete the same piece of work in 10, 15. എത്ര? MNO can complete the same piece of work in 10, 12, 15 അല്ലേ? 10, 12, 15 സെയിം ടൈപ്പ് തന്നെ. ഇനി മൊത്തം LCM വരുമ്പോൾ 60. ഓക്കെ, ഇവിടെ 6 days 6 എഫിഷ്യൻസി. എമ്മിൻ്റെ എഫിഷ്യൻസി 6, എന്നിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 5, ആൻഡ് ഓൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 4. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇൻ ഹൗ മെനി ഡേയ്സ് MNO can complete 1/6 of the same work together? മൊത്തം എഫിഷ്യൻസി എത്ര? 6, 11, 15. ഇനി 1/6 ഓഫ് ദ വർക്ക് എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് വന്ന് നമുക്ക് 60 ആണ്. ഇനി 1/6 ഓഫ് ദ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 10. ഇനി എത്ര ദിവസം എടുക്കുമെന്ന് വെച്ചാൽ 10 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി, ടോട്ടൽ എഫിഷ്യൻസി 15. ദാറ്റ് ഈസ് ജസ്റ്റ് 2/3. 2/3 ഓപ്ഷൻ ഉണ്ട് നോക്ക്. 2/3 ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. കാരണം എന്താ? ടോട്ടൽ നമുക്ക് ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് ഗൈസ് വർക്ക്. ഓക്കെ, ടോട്ടൽ വർക്ക് 1/6 ഓഫ് വർക്ക് തീർക്കണം. 1/6 എത്ര? 60 ടോട്ടൽ വർക്ക് ആണെന്ന് വെച്ചാൽ 1/6 എത്ര എന്ന് വെച്ചാൽ ജസ്റ്റ് 10 തന്നെ വരുള്ളൂ. ഇനി അപ്പോൾ ജസ്റ്റ് കണ്ടുപിടിക്കാൻ വർക്ക് 1/6 വർക്ക് എഫിഷ്യൻസിനെ താഴ്ത്തി കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. സെറ്റ് അല്ലേ? ഇനി നോക്ക്, അലി, അവതാർ ആൻഡ് സിംഗ് ആൻഡ് അശോക്, 4 ആൾക്കാരും കൂടി, മൂന്ന് ആൾക്കാർ കേട്ടോ, അലി, അവതാർ ആൻഡ് അശോക് working together can complete the same piece of work in 8 days. Time taken by Ali plus Avatar plus Ashok is just 8 days. And now time taken by Ali alone can do in 20 days. Ali is 20. Okay, and time taken by Avatar can do it in 24 days. Time taken by Avatar is 24 days. Now they are asking what is the time taken by Ashok alone to do the same piece of work. Okay, മൊത്തം കൂടി LCM എടുത്ത് എത്ര വർക്കാന്ന് കാൽക്കുലേറ്റ് ചെയ്യും. മൊത്തം LCM വരുന്നത് 120, റൈറ്റ്? 120 മൊത്തം വരുന്ന LCM. 120 ടോട്ടൽ വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 പേരും കമ്പൈൻ ചെയ്തിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് വെച്ചാൽ 15 ദിവസം എടുക്കട്ടെ. 15 into 8 120. 20 ആണെങ്കിലോ 6 ദിവസം എടുക്കും. 24 ആണെങ്കിലോ into 5. നോക്ക്, അവതാറിന് എഫിഷ്യൻസി 5 ആണ്. ഓക്കെ, സോറി, അവതാറിന് എഫിഷ്യൻസി 5 ആണ്. അലിക്ക് എഫിഷ്യൻസി 6 ആണ്. അപ്പൊ അശോകിന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? ദാറ്റ് വിൽ ബി ഈ 15 നിന്ന് 11 കുറച്ചാൽ 4 ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് അശോക് വിൽ ബി 15 നിന്ന് 11 കുറച്ചാൽ എത്ര? 4 ആയിരിക്കും. ഇനി അശോകിന് എത്ര ദിവസം എടുക്കും എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. ഓക്കെ, ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് വാട്ട്? 120/4 എത്ര? ദാറ്റ് ഈസ് 30. 120/4 ചെയ്താൽ 30 എന്ന് വരും. 30 days. ഓക്കെ, കാരണം എന്താ? ടൈം ഇൻറ്റു എഴുതി കാണിച്ചില്ലേ? നോക്കൂ, ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് വർക്ക്. ഇനി നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എഫിഷ്യൻസിനെ താഴ്ത്തിക്കൊണ്ട് W/E എന്ന് ചെയ്യും. നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ. A and B can together complete the same piece of work in 30 days. അല്ല, ഇവിടെ ഒരുമിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. A and B ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ എത്ര ദിവസം എടുക്കും? 30 ദിവസം. അപ്പോൾ ടൈം ടേക്കൺ ബൈ A plus B പറഞ്ഞിരിക്കുന്നത് 30 ദിവസം. ഇനി ടൈം ടേക്കൺ ബൈ ടുഗദർ വിത്ത് C. അപ്പോൾ A plus B plus C. ടൈം ടേക്കൺ ബൈ A plus B plus C together with C, they complete the same piece of work in 24 days. മൊത്തം LCM എടുക്കുക. LCM വരുമ്പോൾ ദാറ്റ് ഈസ് 120 വരും. ഇനി 30 into 4, അതേപോലെ 24 into 5, റൈറ്റ്? ഇനി നോക്ക്,
എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി വരുന്നത് 4ആണ്. ഇപ്പോൾ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 4. ഇനി റിമൈനിങ് എത്ര? 4 പ്ലസ് 1 5. അപ്പോൾ സിയുടെ എഫിഷ്യൻസി വരുന്നത് 1 എന്നാണ്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് അലോൺ സി അലോൺ ക്യാൻ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക്. ദാറ്റ് ഈസ് ജസ്റ്റ് 120 ഡിവൈഡ് ബൈ സിയുടെ എഫിഷ്യൻസി എത്ര? 1. ദാറ്റ് ഈസ് 120 ഡേയ്സ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. A can complete a piece of work in 7 days. B can complete the same work in 21 by 4 days. C and A can complete the same work in 7 by 2 hours. മൊത്തം ഹവേഴ്സ് ആട്ടാ. A can complete a piece of work in 7 hours. B can complete in 21 by 4 hours. C and A can complete in 7 by 2 hours. നോക്ക്, A can complete in എത്ര ഹവർ എടുക്കും? 7 hours. Bക്കോ എത്ര ഹവർ എടുക്കും? B മാത്രമല്ല, B and C ആട്ടാ. B and C can complete it in 21 by 4. Okay. In A and C can complete the same work in 7 by 2 hours. ഇവിടെ എങ്ങനെ ഫ്രാക്ഷൻ അല്ല, ഇവിടെ എങ്ങനെ LCM എടുക്കുക? ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലേ, ഡിനോമിനേറ്റർ അതല്ല എടുക്കേണ്ട, ആദ്യം ന്യൂമറേറ്ററിൻ്റെ 7, 21, 7 ഈ മൂന്നെണ്ണത്തിൻ്റെയും LCM എടുക്കുക. ദാറ്റ് ഈസ് 21. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 21 by 7 ഫസ്റ്റ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് 21. എന്നത് 21 by 7 ദാറ്റ് ഈസ് 3 വരും. ഓക്കെ, ഇനി ബി ആൻഡ് സി നിങ്ങൾ എടുക്കണ്ടേ? നോക്ക്, 21 ആണ് ടോട്ടൽ വർക്ക് വരുന്നത്. ഇനി എഫിഷ്യൻസി എടുക്കാന്ന് വെച്ചാൽ ഇവിടെ എത്ര? 21 by 4 ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 21 into 4 ഇങ്ങനെ എടുക്കണം. അപ്പോൾ എത്ര വരും? ഇവിടെ 4 എന്ന് വരും. ഇനി അതേപോലെ തന്നെ ഇവിടെ എ ആൻഡ് സി എങ്ങനെ എടുക്കണ്ടേ? ദാറ്റ് ഈസ് 21 by 7 into 2 ദാറ്റ് ഈസ് 6 എന്ന് തോന്നുന്നു അല്ലേ? ഇനി നോക്ക്, എയുടെ എഫിഷ്യൻസി അറിയാം നമുക്ക് 3 എന്നാണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 3 ആണെച്ചാൽ സിയുടെ എത്ര ആയിരിക്കും? സിയുടെയും 3 ആയിരിക്കും. ഓക്കെ, ഇനി സിയുടെ 3 ആണെച്ചാൽ ബി ആൻഡ് സി മൊത്തം 4 ആണ്. അപ്പോൾ ബിയുടെ എത്ര? 1 ആയിരിക്കും. ഇനി എന്താ വേണ്ടത് നമുക്ക്? ഹൗ ലോങ് വിൽ ബി ടേക്ക് ഇറ്റ് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക്? ബിയുടെ എഫിഷ്യൻസി 1 ആണ്, ടോട്ടൽ വർക്ക് 21 ആണ്. അപ്പോൾ 21 by 1 വരുന്നത് 21. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. എ ക്യാൻ ഡു 1/3 ഓഫ് ദ വർക്ക് ഇൻ 15 days. ബി ക്യാൻ ഡു 3/4 ഓഫ് ദ സെയിം വർക്ക് in 18 days and C can do the same work in 36 days. ഓക്കെ, നോക്ക്, 1/3 വർക്ക് 15 ദിവസം. അപ്പോൾ ഫുൾ വർക്ക് ചെയ്യാനോ 15 × 3 45 ദിവസം. ഫുൾ വർക്ക് ചെയ്യാൻ എന് 45 ദിവസം എടുക്കും. ഇനി ബി ക്യാൻ ഡു 3/4 വർക്ക്. നോക്ക്, 3/4 വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? ദാറ്റ് ഈസ് ബി എടുക്കുന്നത് 18 ദിവസം. ഓക്കെ, നൗ ഫുൾ വർക്ക് ചെയ്യാനോ ദാറ്റ് ഈസ് 18 × 4/3. ഓക്കെ, ദിസ് ഇസ് 6, ദാറ്റ് ഈസ് 24 days. This is 24 days. Okay, full work ചെയ്യാൻ 24 days എടുക്കും. ഓക്കെ, ഇനി സി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 36 days. എന് എത്ര ദിവസം എടുക്കും? എന് 45 days എടുക്കും. ഇനി എന്താ തന്നിരിക്കുന്നത്? ബി എത്രയായിരുന്നു? 24 days. ഇനി സി 36 days. ഇനി LCM എടുക്കാം. ഇതിൽ LCM എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിക്കോ. ദാറ്റ് ഈസ് എന്താണ് 15, 45, 24, 36. ഓക്കെ, 2 വെച്ച് ദാറ്റ് ഈസ് 45. ഇവിടെ 12 വരും, ഇവിടെ 18 വരും. ഓക്കെ, ഇനിയും 2 വെച്ച് ദാറ്റ് ഈസ് 45. ഇവിടെ 6 വരും, ഇവിടെ 9 വരും. ഓക്കെ, ഇനി 3 വെച്ച്. ഓക്കെ, 15 ഇപ്പോൾ 45. ഇവിടെ 2, 6, 3, 6, 9. ഓക്കെ, ഇനി 3 വെച്ച് ദാറ്റ് വിൽ ബി ദിസ് 5. ഹിയർ ഇറ്റ് ഇസ് 1 ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 2. ഇനി 5 ആൻഡ് ഇറ്റ് വിൽ ബി 1, 2, ദെൻ 2. ഓക്കെ, അപ്പോൾ LCM എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനല്ല മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് 2 × 4, 4 × 3 12, 12 × 3 36, 36 × 10 ദാറ്റ് ഈസ് 360. എത്ര? 300. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നോക്ക്, 45 36 എത്ര വട്ടം പോകും? 90 4 വട്ടം പോകും. അപ്പോൾ 45 8 വട്ടം പോകും. ഓക്കെ, ഇനി 24. 5 × എത്ര 0 വരിക? 4 × എത്ര 0 വരിക? 4 × 5 ആണ് 0 വരിക. അപ്പോൾ 5 അല്ല, അടുത്ത് 15. ഓക്കെ, അതിന് 36 × 10. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ആൻഡ് സി ക്യാൻ ടുഗദർ വർക്ക് ഫോർ 18 days. ബി പ്ലസ് സി, എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് സി എത്ര? ബി പ്ലസ് സി രണ്ടുപേരും എഫിഷ്യൻസിയുടെ സം എന്ന് പറയുമ്പോൾ ബി പ്ലസ് സി 25 രണ്ടും കൂടി എത്ര ദിവസം വർക്ക് ചെയ്യാൻ പറ്റും? ബി ആൻഡ് സി ടുഗദർ ക്യാൻ വർക്ക് ഫോർ 8 days. 8 ദിവസം ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻ ഹൗ മെനി ഡേയ്സ് എ അലോൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? ബാക്കിയുള്ള വർക്ക് എയുടെ എഫിഷ്യൻസി എത്ര? എയുടെ എഫിഷ്യൻസി പറയുമ്പോൾ 8. എ എത്ര ദിവസം എടുത്ത് ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യും? സപ്പോസ് ബാക്കിയുള്ള ദിവസം X ആണ്. ഓക്കെ, ടോട്ടൽ വർക്ക് പറഞ്ഞേക്കുന്നത് 360. അപ്പോൾ 8x ഈസ് ജസ്റ്റ് ഈക്വൽ ടു 360 മൈനസ് 25 എത്ര? 200. 25 × 4 എത്ര? 25 × 4 100 ഇൻറ്റു 2.
ദാറ്റ് ഇസ് 100 into 20, ദാറ്റ് ഇസ് 200 വരും. That is 8x equal to 160. Okay. Now x will be equal to 20. 20 ദിവസം എടുക്കും. Okay. 20 days. Option C is right hand. Ram can complete a piece of work in 15 days. രാമിന് 15 ദിവസം. ഓക്കെ. ഇനി അടുത്ത ആളാരാ? റോഹൻ 25. റോഹൻ 25 days. Okay. And Rohit in 30 days. Rohit in 30 days. ഇനി എന്തൊക്കെ വന്നുണ്ട്? റോഹൻ ആൻഡ് രോഹിത് വർക്ക് ടുഗദർ ഫോർ 2 days. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ LCM കണ്ടുപിടിക്കാം. 150 അല്ലേ? 150. ഇവിടെ 10 പേരും ഇവിടെ 6 പേരും ഇവിടെ വരുന്നത് 5 പേരും. ഓക്കെ, ഇനി എന്തൊക്കെ വന്നിട്ടുണ്ട്? ഇനി നോക്ക്, റോഹൻ ആൻഡ് രോഹിത് വർക്ക് ടുഗദർ ഫോർ 2 days. 2 days റോഹനും രോഹിത്തും, റോഹന്റെയും രോഹിത്തിന്റെയും മൊത്തം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 11 പ്ലസ് then Rohit was replaced by Ram. ഇനി രാമും രോഹനും വർക്ക് ചെയ്യും. രോഹിത് വാസ് റീപ്ലേസ്ഡ് ബൈ രാം. ram and Rohan. Ram plus Rohan. Ram plus Rohan, that is 16. 16 എന്താ ചോദിച്ചാണ്, ഇൻ ഹൗ മെനി ഡേയ്സ് ഓൾ ടുഗദർ വാസ് ദ വർക്ക് കംപ്ലീറ്റ്. ഓൾ ടുഗദർ എന്നാട്ടാ ഇവിടെ ഇവർ രണ്ടായിരുന്നു എക്സ് ഡേയ്സും കൊണ്ട് എടുക്കുന്നു വിചാരിക്കും, ഇൻറ്റു 150. ദാറ്റ് ഈസ് 16x will be equal to 150 minus 22. That is x will be equal to, that will be 128 by 16. നോക്ക്, 6 ഇൻറ്റു എത്ര? 8 വരിക. 6 ഇൻറ്റു 8 48. അപ്പോൾ 8 ടൈംസ് തന്നെയാണല്ലോ, കാരണം ഇവിടെ മൊത്തം ഒരു ഫ്രാക്ഷൻ ഒന്നുമില്ല, ഒരു ഡെസിമൽ ഒന്നുമില്ല, മൊത്തം ഡിജിറ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി മൊത്തം എത്ര ദിവസം എടുക്കും? 8 പ്ലസ് ഈ ഇവരെത്ര ദിവസം എടുത്തു? 8 പ്ലസ് 2. 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 10 days. ഓക്കെ, A and B can complete the same work in 10 days and B plus C can complete the same work in 12 days and C plus A can complete the same work in 15 days. മൊത്തം കൂടി LCM എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ എത്ര വരുന്നത്? 60. ഓക്കെ, 10 ഇൻറ്റു 6 ആണ്, 12 ഇൻറ്റു 5 ആണ്, 15 ഇൻറ്റു 4. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇവരുടെ എഫിഷ്യൻസീസ്. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിരിക്കുന്നത്? C and A. ഇവിടെ തൊട്ട്, ഇഫ് ഓൾ ദ 3 വർക്ക് ടുഗദർ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓൾ 3 വർക്ക് ടുഗദർ എന്ന് പറയുമ്പോൾ എത്ര എഫിഷ്യൻസി? 10 15 15 60 ദാറ്റ് ഈസ് 4. ഇനി ഇവിടെ തെറ്റുപറ്റാൻ കാരണം എന്താ? ബിക്കോസ് നമ്മളെടുത്ത എഫിഷ്യൻസി ഇല്ലേ, ഇത് ടോട്ടൽ നോക്ക്, ഇവിടെ എത്ര തൊട്ട് A വരുന്നുണ്ട്? 2A വരുന്നുണ്ട്. എത്രത്തോട്ടും B വരുന്നുണ്ട്? 2B വരുന്നുണ്ട്. എത്രത്തോട്ട് C വരുന്നുണ്ട്? 2C വരുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് 2 times efficiency of A plus B plus C ആണ് 15 വരുന്നത്. മൊത്തം ആഡ് ചെയ്യുമ്പോൾ വരുന്നത് ദാറ്റ് ഈസ് 10 15 വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ഓഫ് A പ്ലസ് B പ്ലസ് C എത്ര വരുന്നത്? 15/2. ഇനി എത്ര ദിവസം എടുക്കും നോക്കി നോക്കുക. ദാറ്റ് ഈസ് 60/15 ഇൻറ്റു 2, ദാറ്റ് ഈസ് 8 ആണ് ആൻസർ. ഓക്കെ, 8 ഈസ് ദ ആൻസർ. മനസ്സിലായില്ലേ? ഓക്കെ, A and B can do a project in 9 days. അപ്പോൾ എത്ര? A plus B ടൈം ടേക്കൺ ബൈ A plus B എന്ന് പറയുമ്പോൾ 9 days ആണ്. ഇനി വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? B plus C can do in 12 days. ഓക്കെ, 12 days. C plus A can do it in 18 days. C plus A can do it in 18 days. ഓക്കെ, സെറ്റ്. LCM എത്ര വരുന്നത് ഗൈസ്? LCM വരുന്നത് 36. ഓക്കെ, 9 ഇൻറ്റു 4, 12 ഇൻറ്റു 3, 18 ഇൻറ്റു 2. അപ്പോൾ എഫിഷ്യൻസി ഓഫ് 2 ടൈം എഫിഷ്യൻസി ഓഫ് A പ്ലസ് B പ്ലസ് C വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര? 6 9 9. അപ്പോൾ എഫിഷ്യൻസി ഓഫ് A പ്ലസ് എഫിഷ്യൻസി ഓഫ് B പ്ലസ് എഫിഷ്യൻസി ഓഫ് C വരുന്നത് ദാറ്റ് ഈസ് 9/2. ഇൻ ഹൗ മെനി ഡേയ്സ് A B C ഓൾ വർക്കിംഗ് ടുഗദർ കൻ ഫിനിഷ് ദ പ്രൊജക്ട്? ദാറ്റ് ഈസ് 36/9/2. അതെ 8. Option B 8. Okay, A and B can complete a work in 9 days. That is time taken by A plus B equal to 9 days. Okay, ഇനി എന്താ തന്നിരിക്കണം? While B plus C can complete work in 18 days. B plus C 18 days. Now efficiency of A plus B plus C they can do in 8 days. Work എത്ര? 8 ദിവസം തീർക്കാൻ പറ്റും. That is time taken by A plus B plus C equal to 8 days. LCM എത്ര വരുന്നത്? 72. ഓക്കെ, 72 LCM വരുന്നത്. 9 ഇൻറ്റു 8, 8 ഇൻറ്റു എത്ര? 2 വരാ. 8 ഇൻറ്റു 4 ആണ് 2 വരാ. ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പോൾ 4 ഇൻറ്റു 4. ഇനി 8 ഇൻറ്റു 9. ഇനി നോക്കുക ഗൈസ്, A പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 8 ആണ്. A പ്ലസ് ബിയുടെ എഫിഷ്യൻസി 8 ആണ്. അപ്പോൾ A പ്ലസ് ബി പ്ലസ് സിയുടെ 9 ആൻസർ. സിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി
സിയുടെ 1 ആണിച്ചാൽ ബിയുടെ എത്ര ആയിരിക്കും? ബി പ്ലസ് സി 4 അപ്പോൾ ബിയുടെ 3 ആയിരിക്കും. ഇനി ബിയുടെ 3 ആണിച്ചാൽ എ പ്ലസ് ബി ഈക്വൽ ടു 8 ആണ്. അപ്പോൾ എയുടെ വരുന്നത് 5. അപ്പോൾ എല്ലാത്തിനും കിട്ടിയില്ലേ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് എ ആൻഡ് സി ടു കംപ്ലീറ്റ് ദ വർക്ക് ടുഗദർ? എ പ്ലസ് സി, എന്റെ 5ഉം സിയുടെ 1. അപ്പോൾ എ പ്ലസ് സിന്റെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 + 1 = 6. ടോട്ടൽ ഡേയ്സ് എത്ര? 72/6 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. 12 ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, എ ആൻഡ് ബി ടുഗദർ കൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 25 ദിവസം. എ ആൻഡ് ബി എടുക്കുന്ന സമയത്ത് ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി ഈക്വൽ ടു 25 ഡേയ്സ്. ഇനി ബി പ്ലസ് സി കൻ കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ 36 ഡേയ്സ്. ടൈം ടേക്കൺ ബൈ ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 36 ഡേയ്സ്. ഇനി സി പ്ലസ് എ കൻ ടുഗദർ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ 30 ഡേയ്സ്. സി പ്ലസ് എ എത്ര തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 30 ഡേയ്സ്. ഓക്കെ, ഇഫ് എ പ്ലസ് ബി പ്ലസ് സി and D can together complete the same piece of work in 18 days. Time taken by A plus B plus C plus D is just 18 days. Okay, 18 days. Then how many days can D alone can complete the same piece of work? ഇതിന് LCM എന്താ തന്നെ? നമുക്ക് 4 വലിയ നമ്പർ വന്നിട്ട് LCM എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ you can follow this method. That is simply വരിക. That is 25, 36, 30, 18. Okay, ഞാൻ 6 എടുക്കുക. ഇവിടെ 25. That is 6, 5 and 3. 3 എടുക്കുക. ദാറ്റ് ഈസ് 1, 2 and 5 and 25. ഓക്കെ, അടുത്ത 5 എടുക്കുക. ദാറ്റ് ഈസ് 5, 1, 2, 1. ഓക്കെ, ഇനി എന്താ 5 എടുക്കുക, ഇനി എന്താ 2 എടുക്കുക. ഓക്കെ, ഇവിടെ 10 ഇൻറ്റു ഇവിടെ എത്ര? 30 ഇൻറ്റു 3 ദാറ്റ് ഈസ് 90. ദാറ്റ് ഈസ് 900 വരും. ഓക്കെ, 900. ഓക്കെ, ഇനി 25 എത്രയാണ്? 25 75 3 156 കേട്ടോ, 36. ഇനി 25 36 അപ്പൊ 36 ഇൻറ്റു 25 ആയിരിക്കും. ഇനി ഇൻറ്റു 30 ഇനി 18 ഇൻറ്റു 9. ഓക്കെ, നോക്ക് 18 ദാറ്റ് ഈസ് ഒരു 0 വേണം, പിന്നെ ഒരു 0 വരാം. 8 ഇൻറ്റു 5ന്റെ ഏത് ഫാക്ടറിലെ 0 വരാം? 5, റൈറ്റ്. ഓക്കെ ഗൈസിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് 3 ആഡ്. ദാറ്റ് ഈസ് ഇവിടെ എത്ര വരും? ദാറ്റ് ഈസ് 2 times A plus B plus C equal to efficiency at time അല്ല, സോറി efficiency. that will be 91, right? ഇത് എത്ര ആയിരിക്കും? EA plus EB plus EC will be equal to 91/2. that will be 95.5. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഡി എത്ര ആയിരിക്കും? കാരണം എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് ഡി ആണ് 50. ബാക്കിയുള്ള ഭാഗം എഫിഷ്യൻസി ഓഫ് ഡി ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് ഡി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0.5, 4.5. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് ഡി അലോൺ കൻ കംപ്ലീറ്റ് ദ പീസ് ഓഫ് വർക്ക്. ഡി അലോൺ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 900/4.5. ഓക്കെ, 4.5 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ, ഇവിടെ 45 എന്നായിരിക്കും. ഓക്കെ, 45 ഇൻറ്റു 2 ആണ് 90. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ ഇസ് 200 is answer. 200. Option C is the right answer. Okay, A and B can complete a job together in 12.5 days. Okay, time taken by A plus B, that is 12.5. Okay, I can write as 25/2. In the second, and B and C can complete a job in 18. This is 18/3/4, and this is 75/4. Okay, this is the time taken by B plus C 75. Time taken by B plus C equal to 75/4. Okay, set. In A and C can complete the job in 15 days. A and C, that is A plus C 15 days. Okay, in 15 days. In how many days A, B, C will be able to do the same job alongside D? Okay, A plus B plus D, who is only 40% efficient as C. നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ LCM എടുക്കുക. LCM എടുക്കുമ്പോൾ 75 വരില്ലേ? ദാറ്റ് വിൽ ബി 75. അപ്പോൾ 15 ഇവിടെ 5 വരും. ഓക്കെ, ദിസ് വിൽ ബി 4 ആൻഡ് ദിസ് വിൽ ബി 75/25 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 3 ഇൻറ്റു 2 6 വരും. ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? എഫിഷ്യൻസി ഓഫ് ഡി വിച്ച് ഇസ് ഹൂ ഈസ് ഓൺലി 40% എഫിഷ്യൻസി as C. എഫിഷ്യൻസി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ 40% efficiency of C. ഓക്കെ, നോക്കുക ഇവിടെ
ഇവിടെ നോക്ക്, ഇവിടെ ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് 2 times efficiency ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഓക്കെ, നൗ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് എഫിഷ്യൻസി ഓഫ് സി ദാറ്റ് ഈസ് 7.5. ഓക്കെ, ഇനി നോക്ക്, എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി 6 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് സി എത്ര? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 6, അപ്പോൾ 1.5. ബാക്കി എത്ര? 7.5 മൈനസ് 6, 1.5 എന്ന് വരും. ഇനി എഫിഷ്യൻസി ഓഫ് ഡി ആണ്, ദാറ്റ് ഈസ് ഇ ഡി ഈക്വൽ ടു 2/5 ഇൻറ്റു ദിസ് ഇസ് 1.5. ഓക്കെ, ഇവിടെ 0.3 എന്ന് വരും. ദിസ് ഇസ് 1. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 0.6. ഇനി എന്താ വേണ്ട? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. നമുക്ക് എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കൊടുത്തേക്കുന്നത് 7.5. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് എഫിഷ്യൻസി ഓഫ് സി പ്ലസ് എഫിഷ്യൻസി ഓഫ് ഡി ഈസ് നത്തിങ് ബട്ട് 7.5 പ്ലസ് 0.6. ഓക്കെ, ദാറ്റ് ഈസ് 8.1. ഇനി എന്താ വേണ്ടത് നമുക്ക്? ദാറ്റ് ഈസ് എത്ര ദിവസം എടുക്കുന്നല്ലേ? ഓക്കെ, എത്ര ദിവസം എടുക്കുന്ന വെച്ചാൽ 75/8.1. ഓക്കെ, 8.1 ഇൻറ്റു 9 നമുക്ക് എത്ര വരും? 72.9 വരും. അപ്പോൾ ഇവിടെ 9 ടൈംസ് ബാക്കി എത്ര വരും? 72.9 3.1 ബാക്കി വരും. സോറി, 2.1 ബാക്കി വരും. 2.1/8.1 ദാറ്റ് ഈസ് 21/81. ഇനി കുറക്കി, 3 വെച്ച് കുറക്കി, ദാറ്റ് ഈസ് 7. ഇവിടെ മുകളിൽ 7 വരും, താഴെ 27 വരും. ഓക്കെ, 9/7/27 ഇസ് ആൻസർ. അപ്പോൾ ആൻസർ എന്താ? 9/7/27, ഓപ്ഷൻ ഡി. ഓക്കെ, എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 13 days and 26 days. എ 13 ദിവസം, ഇനി ബി 26 ദിവസം. ഓക്കെ, ഇനി എഫിഷ്യൻസി എടുക്കുക, ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് എടുക്കുക, എൽസിയം എടുക്കുക, ദാറ്റ് ഈസ് 26 വരും. അപ്പോൾ എയുടെ 2 എഫിഷ്യൻസി, ഇനി ബിയുടെ 1. ഇനി നോക്കുക, ദേ വർക്ക് ഫോർ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. ആൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് എ, ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ കംപ്ലീറ്റ്. ആദ്യ ദിവസം എ മാത്രം വർക്ക് ചെയ്യും, എയുടെ എഫിഷ്യൻസി എത്ര? 2. ഇനി രണ്ടാമത്തെ ദിവസം ബി മാത്രം വർക്ക് ചെയ്യും, ബിയുടെ എഫിഷ്യൻസി 1. പിന്നെ മൂന്നാമത്തെ ദിവസം എ മാത്രം വർക്ക് ചെയ്യും, ദാറ്റ് ഈസ് എയുടെ എഫിഷ്യൻസി 2. നാലാമത്തെ ദിവസം ബി മാത്രം വർക്ക് ചെയ്യാൻ എഫിഷ്യൻസി 1. അപ്പോൾ ഒരു സൈക്കിളിൽ വർക്ക് ചെയ്യുന്നത് 3 യൂണിറ്റ്സ് വർക്കാണ് ഒരു സൈക്കിളിൽ ഉള്ളത്. ഓക്കെ, 3 യൂണിറ്റ്സ് ആണ് ഒരു സൈക്കിളിൽ. 1 സൈക്കിൾ ഈക്വൽ ടു 3 യൂണിറ്റ് വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എത്ര സൈക്കിൾ വേണം? ദാറ്റ് ഈസ് ഇവിടെ എത്ര? 26. 26ന്റെ അടുത്തുള്ള 3ന്റെ ഒരു മൾട്ടിപ്പിൾ പറയാം, ദാറ്റ് ഈസ് 24. 24 എത്ര സൈക്കിൾ വേണം? 8 സൈക്കിൾ. 8 സൈക്കിളിൽ എത്ര? 24 യൂണിറ്റ്സ് വർക്ക് തീരും. ഇനി ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? അപ്പോൾ 24, അപ്പോൾ 8 സൈക്കിൾ എന്ന് വെച്ചാൽ എത്ര ഡേയ്സ് എടുക്കും? 8 സൈക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 8 × 2 16, 16 days. ഇനി ബാക്കി എത്ര യൂണിറ്റ്സ് വർക്ക് ഉണ്ട്? ഇവിടെ നോക്കുക, ടോട്ടൽ വർക്ക് 26, ഇവിടെ എത്ര? 24. ടോട്ടൽ വർക്ക് 2 യൂണിറ്റ് വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനർത്ഥം അടുത്ത ദിവസം 2 യൂണിറ്റ് വർക്ക് തീർക്കാനായിട്ട് എ ഒരു ദിവസം കൂടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ +1 day ദാറ്റ് ഈസ് ഈക്വൽ ടു 17 days ഗൈസ്. ദാറ്റ് ഈസ് ആൻസർ. 17, ഓപ്ഷൻ എ. എത്രാമത്തെ ക്വസ്റ്റൻ? 28 ക്വസ്റ്റൻ. 100 ക്വസ്റ്റൻ നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ തീർക്കണം നമ്മൾ. ഓക്കെ, റാണി ആൻഡ് ആദിത്യ വർക്ക് സെപ്പറേറ്റ്ലി ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 12 days and 16 days. റാണിക്ക് എത്ര? 12 ദിവസം. ഇനി ആരാ വേറെ ആൾ? ആദിത്യക്ക് എത്ര ദിവസം എടുക്കും? ആദിത്യ എടുക്കും 16 ദിവസം. ഓക്കെ, ദേ വർക്ക് ഇൻ സ്ട്രെച്ചസ് ഓഫ് 1 day ആൾട്ടർനേറ്റ്ലി. റാണി സ്റ്റാർട്ട് വർക്കിംഗ് ഫസ്റ്റ്, ദെൻ ദ ടാസ്ക് വിൽ കംപ്ലീറ്റ്. എൽസിയം എടുക്കാൻ തന്നെ 48. ഓക്കെ, ദാറ്റ് വിൽ ബി റാണിയുടെ എഫിഷ്യൻസി 4ഉം ആദിത്യയുടെ 3ഉം. ഓക്കെ, ഇനി ആദ്യം വർക്ക് ചെയ്യുന്നത്? ആദ്യം വർക്ക് ചെയ്യുന്നത് റാണി ആദ്യം വർക്ക് ചെയ്യുന്ന എഫിഷ്യൻസി. ഓക്കെ, 4. ഇനി രണ്ടാമത് വർക്ക് ചെയ്യുന്ന ആദിത്യ, എഫിഷ്യൻസി എത്ര? 3. ഓക്കെ, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് R 4 A 3. ഇനി ഒരു സൈക്കിളിൽ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്? ഒരു സൈക്കിളിൽ 7 യൂണിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 7 യൂണിറ്റ്. അപ്പോൾ 7ന്റെ ഒരു അടുത്തുള്ള മൾട്ടിപ്പിൾ, 42 അടുത്തുള്ള മൾട്ടിപ്പിൾ പറ, ദാറ്റ് ഈസ് 42 യൂണിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു സൈക്കിളിൽ 7 യൂണിറ്റ് വർക്ക്. 6 സൈക്കിളിലോ ഈ 48ന്റെ അടുത്തുള്ള ഒരു 7ന്റെ മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് അതിൻ്റെ താഴെയുള്ള ഒരു മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് 42. ഓക്കെ, ഇനി ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 6 യൂണിറ്റ് നമുക്ക് ഇനി ബാക്കിയുണ്ട്. ഈ 6 സൈക്കിളിൽ എത്ര ഡേയ്സ് ഉണ്ട്? 6 സൈക്കിളിൽ 12 ഡേയ്സ് ഉണ്ട്. 12 days. ഓക്കെ, ഇനി എത്ര യൂണിറ്റ് ബാക്കിയുണ്ട്? ബാക്കിയുള്ളത് 6 യൂണിറ്റ്സ് റിമൈനിങ്. ഈ 6 യൂണിറ്റ് തീർക്കാൻ നമുക്ക് 6 ഒരു ദിവസം വർക്ക് ചെയ്യണം. 6 ഒരു ദിവസം 4 ഇത് വെച്ച് വർക്ക് ചെയ്യണം. അതിനുശേഷം ബാക്കി 2 യൂണിറ്റ് മതിയല്ലോ. അപ്പോൾ എ ഒരു ദിവസം കൂടി വർക്ക് ചെയ്യണം. പക്ഷേ എയുടെ ഫുൾ ആവശ്യമുണ്ടോ? ഇല്ല. എയുടെ 3 യൂണിറ്റിൽ നമുക്ക് വെറും 2 യൂണിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, 2/3. അപ്പോൾ മൊത്തം ഡേയ്സ് എത്ര? നോക്ക്, 12.
ഇത് 13, 2/3. Okay. Supraja and Kaushalya can complete the work in 30 days and 20 days. Supraja 30 days and Kaushalya how many days? 20 days. Okay. If Supraja start the work, okay, LCM എടുക്കുമ്പോൾ that will be 60. In efficiency എടുക്കുമ്പോൾ that will be here 2 and here it will be 3. എന്താ പറഞ്ഞേക്കുന്നത്? If Supriya start the work and they work on alternative days. Supriya ആണ് ആദ്യം തുടങ്ങുന്നത് കേട്ടോ. And they work on alternate days. In how many days will 75% of the work be completed? Total work ഉള്ളത് guys 60 ഇനി 75%, 75% വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്ന ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 60 into 3/4. ഓക്കെ, ദിസ് ഇസ് ഓക്കെ, ദാറ്റ് ഈസ് 15, 30, 45. 45 ആണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്ക്. ഈ 45 യൂണിറ്റ് വർക്ക് തീരാനായിട്ട് എത്ര ദിവസം എടുക്കുന്നു? ആദ്യം തുടങ്ങുന്ന ആരുടെ? സുപ്രിയയുടെ 2 യൂണിറ്റ്. ഫസ്റ്റ് ഡേ സുപ്രിയയുടെ 2 യൂണിറ്റ്. സെക്കൻഡ് ഡേ കൗസല്യയുടെ എത്ര യൂണിറ്റ്? 3 യൂണിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സുപ്രിയയുടെ 2 യൂണിറ്റ്, അതിൻ്റെ കൗസല്യയുടെ 3 യൂണിറ്റ്, മൊത്തം കൂടി ഉള്ളത് 5 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിളിലുള്ളത് 5 യൂണിറ്റ്. ഓക്കെ, ഇനി 45 ആവാൻ എത്ര സൈക്കിൾ വേണം? 9 സൈക്കിൾ വേണം, റൈറ്റ്? 9 സൈക്കിളിൽ 45 യൂണിറ്റ്സ്. ഓക്കെ, അപ്പം ഇനി എത്ര ഡേയ്സാ? ദാറ്റ് ഈസ് 9 into 2, 18 days. 18 ദിവസം. 18. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇന്ന് 100 ക്വസ്റ്റ്യൻ ഞാൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കേശവ് ആൻഡ് മാധവ് ഡിസൈഡ് ടു ടേക്ക് അപ്പ് project to complete a work together in 35 days. Okay, while Keshav alone can finish the work in 84 days. Okay, time taken by Keshav plus Madhav എത്ര ദിവസമായിരുന്നു? ദാറ്റ് ഈസ് 35 days. ഇനി കേശവിന് മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നത് 84 ദിവസത്തിൽ. അപ്പോൾ എഫിഷ്യൻസി ആണ് എടുക്കുക. 35 എന്ന് പറയുമ്പോൾ 7 into 5 വരും. ഇനി 84 വരുമ്പോൾ 7 into 2 വരും. 12 വരും, സോറി 12. ഓക്കെ, അപ്പോൾ 7 into 60 420. 7 into 60 420. ഓക്കെ, LCM 420 ആണ് കേട്ടോ. 7 into 60 എന്ന് വന്നു 420. 35 into 12 84 into 5 എഫിഷ്യൻസി കിട്ടി. ഓക്കെ, എഫിഷ്യൻസി ഓഫ് കെ 5 ആണ്. എഫിഷ്യൻസി ഓഫ് കെ എന്താണ്? എഫിഷ്യൻസി ഓഫ് കെ ഈക്വൽ ടു കേശവൻ്റെ 5. ഇനി കേശവ് പ്ലസ് മാധവിൻ്റെ ആണ് 12. അപ്പം മാധവിൻ്റെ എത്ര ആയിരിക്കും? 7, റൈറ്റ്? 7. എന്നാലാണ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 12 എന്ന് വരുള്ളൂ. ഇനി എന്താണ്? ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് സ്പേസ് ദേ ഡിസൈഡ് ടു വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. ദാറ്റ് ഇസ് കേശവ് വർക്കിംഗ് ഓൺ day 1. ആദ്യത്തെ ദിവസം കേശവ് വർക്കിംഗ്. ഓക്കെ, കേശവ് എഫിഷ്യൻസി 5. രണ്ടാം ദിവസം ആരാ വർക്ക് ചെയ്യുന്നത്? ആൻഡ് മാധവ് വർക്കിംഗ് ഓൺ day 2 and 3. മാധവ് day 2 day 3. ഇത് day 1. ഇത് ഡേ ആയിട്ട് ഇത് എഫിഷ്യൻസി. ഇനി day 2 and 3 ആരാ വർക്ക് ചെയ്യുന്നത്? മാധവ്. ഇങ്ങനെ എഴുതാതായിരിക്കും നല്ലത്. മാധവിൻ്റെ എഫിഷ്യൻസി 7. ഓക്കെ, 7. ഇനി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇനി ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി ഹൗ മെനി ഡേയ്സ് വിൽ ദ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്? അപ്പോൾ ഇനി നാലാമത്തെ ദിവസം ആരെ വരും? കേശവ് വരും, 5 എഫിഷ്യൻസി വെച്ച്. ഇനി 5ാമത്തെ ദിവസം മാധവ് വരും, എഫിഷ്യൻസി 7. ഇനി 6ാമത്തെ ദിവസം മാധവ് വരും, എഫിഷ്യൻസി 7. അപ്പോൾ മൊത്തം എത്ര നോക്ക്? മൊത്തം ഒരു യൂണിറ്റിലുള്ളത് ഒരു സൈക്കിളിലുള്ള 19 യൂണിറ്റ്. ഒരു സൈക്കിളിൽ ഉള്ളത് 19 യൂണിറ്റ്. ഓക്കെ, ഇനി 19 into 22 അല്ലേ 418 വരുന്നത്? യെസ്. ഓക്കെ, അപ്പോൾ 22 സൈക്കിളിൽ ദാറ്റ് ഈസ് 22 സൈക്കിളിൽ 418 വർക്ക് വരും. ഓക്കെ, ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി ഉള്ളത് 2 യൂണിറ്റ് നമ്മുടെ. അപ്പോൾ ഫസ്റ്റിന് ഇത് എത്ര ദിവസമുണ്ട്? ദാറ്റ് ഈസ് 22 ഇൻറ്റു ഇവിടെയുള്ള 3 ആട്ടക്കാരൻ. ഒരു സൈക്കിൾ ഇവിടെ 3 ഉണ്ട്, 3 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 66. ഓക്കെ, ഇനി 66ൻ്റെ കൂടെ പ്ലസ് ബാക്കി എത്ര ഉണ്ട്? ബാക്കി 2 യൂണിറ്റ് ആവശ്യമുണ്ട്. 66 ബാക്കി 2 യൂണിറ്റ് ആവശ്യമുണ്ട്. പക്ഷേ അടുത്ത ആളാരെ വരുന്നത്? കേശവിന് എത്ര എഫിഷ്യൻസി? 5. 66 2 5. 66 2 5 ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ABC can complete a piece of work in 10, 15 and 20 days. ഓക്കെ, ABC 10, 15 and 20 days. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിരിക്കുന്നത്? ദേ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് LCM കണ്ടുപിടിക്കാം, റൈറ്റ്? LCM എത്ര വരുന്നത്? 60 വരുന്നുണ്ട്. ഓക്കെ, 10 into 6, 15 into 4, 20 into 3. ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. ഓക്കെ, ഇനി നോക്കാം. ദേ വർക്ക് ടു ആൾട്ടർനേറ്റീവ് ഡേയ്സ് സച്ച് ഫസ്റ്റ് ഡേ എ. ആദ്യത്തെ ദിവസം എ വർക്ക് ചെയ്യും. ഫസ്റ്റ് ഡേ ആയിട്ട് ഇവിടെ ഫസ്റ്റ് ഡേ.
എ വർക്ക് ചെയ്യും. എയുടെ ഇവിടെ എഫിഷ്യൻസി. ഓക്കെ, എയുടെ എഫിഷ്യൻസി ഇത്ര 6. ഇനി രണ്ടാമത്തെ ദിവസം ആരാ വർക്ക് ചെയ്യുന്നത്? രണ്ടാമത്തെ ദിവസം ബി. ഓക്കെ, സെക്കൻഡ് ഡേ ബി. സെക്കൻഡ് ഡേ ബി. ബിയുടെ എഫിഷ്യൻസി എന്താണ് ഗൈസ്? 4. ഇനി അടുത്ത ദിവസമോ? തേർഡ് ഡേ സി. തേർഡ് ഇറ്റ് ഈസ് സി. സിയുടെ എഫിഷ്യൻസി എത്രയാണ് ഗൈസ്? 3. ഓക്കെ, ഇനി ഫോർത്ത് ഡേയോ? ആൻഡ് അഗെയിൻ ഫോർത്ത് ഡേ, ഫോർത്ത് ഡേ എ, ഫിഫ്ത്ത് ഡേ ബി ആൻഡ് സൂൺ. അപ്പോൾ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു സൈക്കിൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സൈക്കിളിൽ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നു നോക്ക്. വൺ സൈക്കിൾ ടോട്ടൽ വർക്ക് ചെയ്യുന്നത് 13 യൂണിറ്റ്സ് ആണ്. ഇനി 13ൻ്റെ ഏത് മൾട്ടിപ്പിൾ ആണ് 60ൻ്റെ അടുത്ത്? എടുത്തുനിന്ന് പറയാൻ 60ൻ്റെ താഴെ ആയിട്ടുള്ളത്. അപ്പോൾ 52, റൈറ്റ്? 13ൻ്റെ 4. അപ്പോൾ 4 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 52. 4 സൈക്കിൾ ദാറ്റ് ഈസ് 52 യൂണിറ്റ്സ്. ഇവിടെ എത്ര ഡേയ്സ് ഉണ്ട്? 4 × 3 ദാറ്റ് ഈസ് 12 ഡേയ്സ്. എനിക്ക് 52 യൂണിറ്റ്. ഓക്കെ, ഇനി ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട് ഗൈസ്? ബാക്കിയുള്ളത് 8. ഈ എട്ടിൽ 6 ഒരു ദിവസം വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ +1 എ ഒരു ദിവസം വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയായി? അപ്പോൾ 58. ഇനി അടുത്ത ദിവസം ബി വന്ന് ബാക്കി 2 യൂണിറ്റ് അല്ലേ ബാക്കിയുള്ള. എന്താണെന്ന് വെച്ചാൽ 52 + 6 58. ബാക്കി 2 യൂണിറ്റ് ബാക്കിയുള്ളൂ. പക്ഷേ ബി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4. 2/4 ദാറ്റ് ഈസ് 1/2. അപ്പോൾ ടോട്ടൽ എത്ര ഡേയ്സ് എന്ന് വെച്ചാൽ 12 + 1 13. 13 1/2 ദാറ്റ് വിൽ ബി 13 1/2. 13 1/2 ഓപ്ഷൻ ഇല്ലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യനാ? നമ്മുടെ 32ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, that is Tushar, Megha and Poonam and Richa can complete a piece of work in, that is Tushar എടുക്കുന്ന days, that will be 10 days. Okay, then Megha will take, ഇനി മേഘ എടുക്കുന്നത് 12 ദിവസം. ഇനി ആരുള്ള? ഇനി പൂനം എത്ര ദിവസം എടുക്കും? പൂനം എടുക്കുന്നത് 15 ദിവസം. ഇനി ആരുള്ള? ഇനിയുള്ളത് റിച്ച 18 ദിവസം. 18 ദിവസം. LCM എടുക്കല അതിൻ്റെ LCM, റൈറ്റ്? ഇനി ഇതിൻ്റെ എളുപ്പത്തിൽ എങ്ങനെ LCM കാണാമെന്നറിയോ? ദാറ്റ് ഈസ് 2 എണ്ണം കമ്പൈനി, ദാറ്റ് ഈസ് 15ഉം 10ഉം. ഇതിൻ്റെ LCM എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 30. ഇനി 12ഉം 18ഉം. ഇതിൻ്റെ LCM എന്ന് പറയുമ്പോൾ 36. ഇനി ഇത് രണ്ടിൻ്റെ LCM കണ്ടുപിടി. 30 എന്ന് പറയുമ്പോൾ 5 × 6, ഇവിടെ 6 × 6. അപ്പോൾ LCM എത്ര ആയിരിക്കും? 6 × 30 ദാറ്റ് വിൽ ബി 150. ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി 180. ഓക്കെ, രണ്ടെണ്ണത്തിന് കമ്പൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 180. ഓക്കെ, ഇനി ഇതിൻ്റെ 10 × 18, 12 നമുക്ക് 1 വരും, ബാക്കി 6. അപ്പോൾ 15 സെറ്റ്. ഇനി 15 × 12 15 ഇവിടെ 12 × 15 15 × 12 × 10 വരും. ഇനി എന്തൊക്കെ പറയുന്നത്? ഇതാണ് ഇവിടെ എഫിഷ്യൻസീസ്. ഓക്കെ, ഇനി എന്തൊക്കെ പറയുന്നത്? ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ് ഇഫ് ഈച്ച് ഓഫ് ദം വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് സ്റ്റാർട്ടിങ് ഫ്രം എം ആണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ വർക്ക് ചെയ്യുന്നത് എം. ഫസ്റ്റ് ഡേ ദ ഡേയ്സ്. ഓക്കെ, വർക്ക് ചെയ്യുന്ന എമ്മിൻ്റെ എഫിഷ്യൻസി എത്ര? എം. ഓക്കെ, എമ്മിൻ്റെ രണ്ടാമത്തെ ആൾ 15. ഇനി അടുത്ത ദിവസം ആരാ? ഫസ്റ്റ് ഡേ എം. പൂനം ഓൺ ദ സെക്കൻഡ് ഡേ പൂനമാണ്. പൂനത്തിൻ്റെ എഫിഷ്യൻസി എത്ര? പൂനത്തിൻ്റെ എഫിഷ്യൻസി 12. ഓക്കെ, ഇനി തേർഡ് ഡേയോ? തേർഡ് ഡേ തുഷാർ, റിച്ച ഓൺ ദ തേർഡ് ഡേ. പൂനം ഓൺ സെക്കൻഡ്, റിച്ച ഓൺ തേർഡ് ഡേ. തേർഡ് റിച്ച 18 ആൻഡ് തുഷാർ ഓൺ ദ ഫോർത്ത് ഡേ. ഈ ഒരു സൈക്കിളിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. തുഷാർ ഓൺ ദ 40. തുഷാറിന് എത്ര? 18. ഓക്കെ, റിച്ചയുടെ എത്ര? റിച്ചയുടെ എത്ര? 10 ആയിരുന്നു കേട്ടോ. റിച്ചയുടെ 10 ആയിരുന്നു. തുഷാറിൻ്റെ ആണ് 18. ഓക്കെ, ശരിയല്ലേ? ഇത് 15 12 10 18 എന്ത്? ആൻഡ് തുഷാർ ആൻഡ് ദെൻ എഗെയിൻ മേഘ ഓൺ ദ 5th ഡേ. എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ചോദിച്ചത് എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ്? ഓക്കെ, ഒരു സൈക്കിളിൽ എത്ര? ഒരു സൈക്കിളിൽ ആഡ് 27, 15 12 27, 27 37, 45 55, 55 യൂണിറ്റ്സ്. 1 സൈക്കിൾ, ദാറ്റ് ഈസ് 1 സൈക്കിൾ ഈക്വൽ ടു 55 യൂണിറ്റ്സ്. ഇനി 55ൻ്റെ ഏത് മൾട്ടിപ്പിൾ? 150 എടുത്ത് 55 × 3 ദാറ്റ് ഈസ് × 3 സൈക്കിൾ ആയിരിക്കും അല്ലേ? 3 സൈക്കിൾ, ദാറ്റ് ഈസ് 3 സൈക്കിളിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 165 യൂണിറ്റ്സ്. 3 സൈക്കിൾ എന്ന് വെച്ചാൽ എത്ര? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 ഉണ്ട്. അപ്പോൾ 3 × 4 ദാറ്റ് വിൽ ബി 12 ഡേയ്സ്. ഓക്കെ, കാരണം എന്തായാലും 4 ആൾക്കാരില്ലേ? അപ്പോൾ 3 × 4 12 ഡേയ്സ് ഈക്വൽ ടു 165 യൂണിറ്റ്സ്. എത്ര യൂണിറ്റ്സ് ബാക്കിയുണ്ട്? നമുക്ക് വേണ്ടത് ഇനി 15 യൂണിറ്റ് കൂടെ ബാക്കിയുണ്ട് അല്ലേ? ഈ 15 യൂണിറ്റ് എം ഒരു ദിവസം വന്ന് വർക്ക് ചെയ്താൽ സെറ്റ് ആകും. പ്ലസ് 1 മോർ ഡേ. എം ഒരു ദിവസം വന്ന് വർക്ക് ചെയ്താൽ എമ്മിൻ്റെ 15 മൊത്തം 180 യൂണിറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 13 ഡേയ്സ്. 13 ദിവസം. 13 ഓപ്ഷൻ സി.
ഓക്കെ, എ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് എലോൺ ഇൻ 200 ഡേയ്സ്. എ 200 ദിവസം. എ 200. ഇനി ബിയോ? ബി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ 100 ഡേയ്സ്. ഓക്കെ, ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? ഇനി എവറി 3 days സൈക്കിൾ ദാറ്റ് ഈസ് ഓക്കെ. നമുക്ക് ഫസ്റ്റ് ഇവർ എൽസിയം എടുത്ത ടോട്ടൽ വർക്ക് എത്ര നോക്കാം. എൽസിയം 200. എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2. ഓക്കെ, ഇനി ഡേ 1 എ ആൻഡ് ബി വർക്ക് ടുഗദർ. ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് ഡേ എ ആൻഡ് ബി വർക്ക് ടുഗദർ എന്ന് വെച്ചാൽ ഒരു എഫിഷ്യൻസി 1 + 2 3. ഇനി സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം എന്താ അവസ്ഥ? രണ്ടാമത്തെ ദിവസം ഓൺലി എന്ന് വെച്ചാൽ 1 യൂണിറ്റ് എഫിഷ്യൻസി. ഇനി തേർഡ് ഡേയിൽ എന്താ അവസ്ഥ? തേർഡ് ഡേയിൽ ഓൺലി ബി, അപ്പോൾ തന്നെ 2 യൂണിറ്റ്. ഇനി ദിസ് സൈക്കിൾ കണ്ടിന്യൂസ് ടിൽ ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നോക്ക്, ഒരു സൈക്കിളിൽ 1 സൈക്കിളിൽ എത്ര യൂണിറ്റ് ഉള്ള? 6 യൂണിറ്റ് ഉണ്ട് അല്ലേ? ഒരു സൈക്കിളിൽ 6 യൂണിറ്റ് ഉണ്ട്. ഇനി 200 താഴെയുള്ള 6 മൾട്ടിപ്പിൾ എന്താ? ദാറ്റ് ഈസ് 33 സൈക്കിൾ. 33 സൈക്കിളിൽ എനിക്ക് വരാൻ പോകുന്നത് ദാറ്റ് ഈസ് 6 × 33 198 യൂണിറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഇത് എത്ര ദിവസമാണ് നോക്ക്? 33 × 3 ദാറ്റ് ഈസ് 950 ഡേയ്സ്. ഇനി ബാക്കി 2 യൂണിറ്റ് ബാക്കിയുണ്ട്, കാരണം ഇവിടെ 200 ടോട്ടൽ ബാക്കി 198 ഉള്ളൂ. അപ്പോൾ 2/3 ദാറ്റ് ഈസ് 99. ബാക്കി 2 യൂണിറ്റ് ബാക്കിയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഡേ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണ ഒരു 2/3 ഉണ്ട് ടോട്ടൽ. 99 2/3 is ആൻസർ. ഓപ്ഷൻ ബി റൈറ്റ്. 100 ക്വസ്റ്റ്യൻ ചാലഞ്ചിൽ 35ാമത്തെ ക്വസ്റ്റ്യൻ. PQR ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 5 days. നോക്ക്, PQR എത്ര ദിവസം എന്ന് പറയുന്നത്? 5 ദിവസം. പിന്നെ 10 ദിവസം. പിന്നെ ഉള്ള ആളുടെ 15 ദിവസം. ഓക്കെ, എൽസിയം എടുക്കാൻ തന്നെ. ഓക്കെ, 30 റൈറ്റ്. എൽസിയം വന്നത് 30. 5 × 6 10 × 3 15 × 2. ഓക്കെ, സെറ്റ്. ഇനി പി ആൻഡ് ക്യൂ വർക്ക് ഓൺ ദ ഫസ്റ്റ് ഡേ. പി ആൻഡ് ക്യൂ വർക്ക് ഓൺ ദ ഫസ്റ്റ് ഡേ എഫിഷ്യൻസി എത്ര? 9 യൂണിറ്റ്. ഇനി സെക്കൻഡ് ഡേ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ഡേ വർക്ക് ചെയ്യുന്നത് പി ആൻഡ് ആർ. അപ്പോൾ 6 + 2 8. ഓക്കെ, ഇനി തേർഡ് ഡേ വർക്ക് ചെയ്യുന്ന പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ പി ആൻഡ് ക്യൂ എത്ര? ദാറ്റ് ഈസ് 9. അപ്പോൾ ഈ സൈക്കിൾ ഇനി ഫോർത്ത് ഡേ 8. അപ്പോൾ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സൈക്കിളിൽ 1 സൈക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 17 യൂണിറ്റ്സ് റൈറ്റ്. 17 യൂണിറ്റ്സ്. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 13 വേണം. അപ്പോൾ ഒരു സൈക്കിൾ പ്ലസ് ബാക്കി 13 വേണം റൈറ്റ്. 13ൽ ഈ 9 പോയി. അപ്പോൾ ഒരു ഡേ എന്ന് പറയാം. 13ൽ 9 പോയി. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 4 ബാക്കി. നമ്മുടെ കയ്യിൽ എത്ര ആൾ? 8 ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. 8. ഓക്കെ, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 2 ദിവസം. 2 + 1 3 4/8. ദാറ്റ് ഈസ് 3 1/2. 3 1/2 എടുത്തുണ്ടോ? ദാറ്റ് ഈസ് സിംപ്ലി 7/2. 7/2 പോലെ എടുത്തുണ്ടോ? ഇനി 7/2 ഓപ്ഷൻ സി. ഇനി 36ാം ദിവസം. ഓക്കെ, എ അലോൺ ക്യാൻ ഡു എ വർക്ക് ഇൻ 11 days. എ ക്യാൻ ഡു ഇൻ 11 days. ഓക്കെ, ഇനി എന്താ കൊടുത്തിട്ടുണ്ട്? ഇനി ബി അലോൺ ഇൻ 22 days. ബി 22 days. സീനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് സി ഇൻ 33 days. എ അലോൺ ക്യാൻ ഡു എ വർക്ക് ഇൻ 11 days. എ എടുക്കുന്നത് 11 ദിവസം. എ എടുക്കുന്നത് 11 ദിവസം. 11 days. ഓക്കെ, ബി ടേക്സ് 22 എന്നല്ല കണ്ടേ? 22 എന്നാണ് കണ്ടേ? സിന് 33. ഓക്കെ, ബി 22, സി 33. അതിൻ്റെ എൽസിയം എത്ര വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്ക്, ദിസ് ഇസ് 11 ഇവിടെ 11 × 1 ഇവിടെ 11 × 2 11 × 3. അപ്പോൾ 11 × 2 × 3 11 × 6 66 ആണ് വരുന്നത്. 66 ആണ് എൽസിയം ആയിട്ട് വരുന്നത്. ദാറ്റ് വിൽ ബി ഫസ്റ്റ് 1 × 6, സെക്കൻഡ് 1 × 3, തേർഡ് 1 × 2. ഓക്കെ, ഇനി എന്തൊക്കെ വേണം? ഡേ 1 എ ആൻഡ് ബി. ഡേ 1 പറഞ്ഞേക്കുന്നത് എ ആൻഡ് ബി. ഓക്കെ, ദാറ്റ് ഈസ് ഡേ ഫസ്റ്റ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ 9. ഡേ 2 എന്ന് പറയുമ്പോൾ ബി ആൻഡ് സി. 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ്. ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5. ഓക്കെ, ഡേ 3 എന്ന് പറയുമ്പോൾ തേർഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി സി ആൻഡ് എ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 + 6 8. ആൻഡ് ഫോർത്ത് ഡേ ആരൊക്കെ? എ ആൻഡ് ബി. അത് റിപ്പീറ്റേഷനാണ് വരുന്നത്. അപ്പോൾ 3 ദിവസമുള്ളൂ. ഓക്കെ, റിപ്പീറ്റേഷൻ. ഇനിയുള്ള ബാക്കിയുള്ള സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സൈക്കിൾ എത്ര? ഒരു സൈക്കിളിൽ പോകുന്ന എത്ര? 3 മിനിറ്റ്സ്. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 14 22 22. ഓക്കെ, ദിസ് ഈസ് 22 യൂണിറ്റ്സ്. നമുക്കത്ര 66 അല്ലേ? 66. ഇവിടെ ഇപ്പോൾ സിമ്പിൾ ആണല്ലോ. അപ്പോൾ 3 സൈക്കിൾ എടുക്കുക. അപ്പോൾ ദിസ് ഇസ് 66 യൂണിറ്റ്. 3 സൈക്കിൾ എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ഉണ്ട് ഇവിടെ? ദാറ്റ് ഈസ് ഇവിടെ ഉള്ളത് 3. ഓക്കെ, ദാറ്റ് ഈസ് 3 × 3 9 ആണ് ആൻസർ. ഇവിടെ സിമ്പിൾ.
9 days. Okay, A and B are equally efficient. Each individually complete the same piece of work in 36 days. That is, efficiency of A equal to efficiency of B. That is, time taken by A and time taken by B is 36 days. 36 days. Total work 36 എന്ന് assume ചെയ്യുക. Efficiency എന്ന് പറയുമ്പോൾ that is equal to 1 unit. Okay. Okay. If none takes any holiday, A and B start working together, but A takes 1 day off after every 5 days and B takes 1 day off after every 7 days. ഇതെങ്ങനെയാണെന്ന് അറിയോ? ഓക്കെ, ഫസ്റ്റ് 5 ദിവസം എ ഇവിടെ, ബി ഇവിടെ. എ ഫസ്റ്റ് ദിവസം വരും, സെക്കൻഡ് ദിവസം വരും, തേർഡ് ദിവസം വരും, ഫോർത്ത് ദിവസം വരും, ഫിഫ്ത്ത് ദിവസം വരും. അത് കഴിഞ്ഞിട്ട് എ വരില്ല. ബി ആണെങ്കിൽ ഫസ്റ്റ് ദിവസം വരും, സെക്കൻഡ് ദിവസം വരും, തേർഡ് ദിവസം വരും, ഫോർത്ത് ദിവസം വരും, ഫിഫ്ത്ത് ദിവസം വരും, സിക്സ് ദിവസം വരും, സെവൻത്ത് ദിവസം വരും. ഇനി 7th ഡേ ആയിട്ടല്ലേ ലീവ് എന്ന് പറഞ്ഞാൽ 8th ദിവസം, 8ാമത്തെ ദിവസം ബി വരില്ല. ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും നല്ല ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷൻ ചെക്കാണ്. ഓക്കെ, ഇഫ് ദ സ്റ്റാർട്ട് ദ വർക്ക് ഇൻ 1st July, on which date will the work be completed? ഫസ്റ്റ് ഓപ്ഷൻ 19 ദിവസം അവർ വർക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കി നോക്കാം. 19 ദിവസം ആണെങ്കിൽ നമുക്ക് എ ഏതൊക്കെ ദിവസം അവധി എടുക്കും? ഈ 19 ദിവസത്തിൽ എ 6ാമത്തെ ദിവസം അവധി എടുക്കും, 12ാമത്തെ ദിവസം അവധി എടുക്കും, 18ാമത്തെ ദിവസം അവധി എടുക്കും. ബിയോ, ബി എടുക്കുന്നത് 8ാമത്തെ ദിവസം, 16ാമത്തെ ദിവസം. ഓക്കെ, അപ്പൊ മൊത്തം 19 ദിവസം എന്നല്ല പറഞ്ഞേ. അപ്പൊ 19 × 2, ബിക്കോസ് ഒരു ദിവസം നോക്കി, ഒരു ദിവസം ഫസ്റ്റ് ഡേ ആണെച്ചാൽ 1 + 1 2 വേണം, സെക്കൻഡ് ഡേ 1 + 1 2 വേണം, തേർഡ് ഡേ 1 + 1 2 വേണം. 19 × 2 അവിടെ 38 മൈനസ് ഇത്ര ദിവസങ്ങൾ, 1 2 3 4 5, ദാറ്റ് ഈസ് 33 ഡേയ്സ് ആണ്. 19 ആവുന്നല്ല, അല്ല. ഓക്കെ, 19 അല്ല, കാരണം ടോട്ടൽ യൂണിറ്റ് എത്ര? 36 യൂണിറ്റ് ആണ്. ഇവിടെ 33 യൂണിറ്റ് ആയിട്ടുള്ള, അപ്പോൾ അതല്ല. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എത്ര? 20 ദിവസം. ഓക്കെ, 20 ദിവസം നമുക്ക് നോക്കാം. 20 × 2 എത്ര? 20 × 2 40, 40 മൈനസ് 1 2 5 മൈനസ് ചെയ്താൽ നമുക്ക് 35 ആണല്ലോ കിട്ടുന്നത്. 33 കിട്ടുന്നില്ലല്ലോ, 36 കിട്ടുന്നില്ലല്ലോ, അപ്പൊ അതുമല്ല. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 22 × 2 44, 44 മൈനസ് 5 39 ആണ് കിട്ടുന്നത്. ഓക്കെ, അതുമല്ല. ഇനി അടുത്ത ഓപ്ഷൻ ദാറ്റ് ഈസ് 21 × 2 42 മൈനസ് 5, അപ്പൊ എത്ര കിട്ടും? 37. ഇത് ശരിയാണ് ഗൈസ്. കാര്യം നോക്ക്, 21ാമത്തെ ദിവസം, ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ, 21ാമത്തെ ദിവസം ഒരു യൂണിറ്റ് എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദിവസം വർക്ക് തീരും. ഒരു യൂണിറ്റ് എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ദിവസം വർക്ക് തീരും. അതുകൊണ്ട് അതാണ് ആൻസർ ഡി. നമുക്ക് 19 ദിവസം എടുക്കുമ്പോൾ 38 മൈനസ് 5 33 യൂണിറ്റ് വരില്ല. അപ്പോൾ വർക്ക് തീർന്നിട്ടായിരുന്നു 36 എന്നൊക്കെ ആവശ്യമുണ്ട്. ഇനി 20 ദിവസം എടുക്കുമ്പോൾ 40 മൈനസ് 5 35, പക്ഷെ നമുക്ക് 36 യൂണിറ്റ് ആവശ്യമുണ്ട്. പക്ഷെ 35 വരെ എത്തുന്നുള്ളൂ, അതല്ല. ഇനി 22 ദിവസം എടുക്കുമ്പോഴോ 44 39 യൂണിറ്റ് ആയി. ഇവിടെ 39 ആയി. ഇനി 21 ആണെങ്കിലോ ഇവിടെ 37 ആയി. അപ്പോൾ ഏതാ ഏറ്റവും ക്ലോസ് ഉള്ളത്? 36 യൂണിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എത്ര ക്ലോസ് ഉള്ളത്? ഒരു ദിവസം ഒരു എക്സ്ട്രാ ഒരു യൂണിറ്റ് കൂടി എന്നല്ലോ, അത് തന്നെ കുഴപ്പം. ഓക്കെ, സോ ഡി ഈസ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ ഈക്വലി എഫിഷ്യൻറ്റ്, ഈച്ച് ഓഫ് ദം വർക്ക് ഇൻഡിവിജ്വലി കംപ്ലീറ്റ് എ വർക്ക് ഇൻ 30 days. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് ഉള്ളത് നോക്കി, ടൈം ടേക്കൺ ബൈ എ, ടൈം ടേക്കൺ ബൈ ബി, രണ്ടിനും ഒരു യൂണിറ്റ്. ഓക്കെ, ബോത്ത് ഓഫ് ദം കംപ്ലീറ്റ്, സോറി, എഫിഷ്യൻസി 1 യൂണിറ്റ്. ടൈം എത്ര എടുക്കും? ഇത് കംപ്ലീറ്റ് ഇൻ 30 days. മറ്റേ ക്വസ്റ്റ്യൻ അതേ സെയിം ടൈപ്പ്, 30, ഇവിടെ 30, ടോട്ടൽ വർക്ക് എത്ര? 30. അപ്പോൾ എഫിഷ്യൻസി വരുന്നത് 1. ഓക്കെ, ഇനി ഇഫ് നൺ ഓഫ് ദം ടേക്സ് ലീവ്, എ ആൻഡ് ബി സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ, എ ടേക്സ് ലീവ് ആഫ്റ്റർ എവറി 4 days. അപ്പോൾ അല്ല 5ാമത്തെ ദിവസം, ഏറെ കേസിൽ അല്ല 5ാമത്തെ ദിവസം അവധി എടുക്കും. 5ാമത്തെ ദിവസം, 10ാമത്തെ ദിവസം, 15ാമത്തെ ദിവസം, 20ാമത്തെ ദിവസം എ അവധി എടുക്കും. 25ാമത്തെ ദിവസം നമുക്ക് എവിടെ വരെ നോക്കാം. 25ാമത്തെ എത്ര ദിവസം ഉണ്ട്? ഇവിടെ 19 വരും. അപ്പോൾ ജസ്റ്റ് 20ാം തീയതി വരെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് ബിയുടെ കേസിൽ ബി ടേക്ക് ഓഫ് ആഫ്റ്റർ എവറി 5 days. അപ്പോൾ 6ാമത്തെ ദിവസം, എല്ലാ 6 ദിവസം, 6, 12, 18. ഓക്കെ, കാരണം ഇവിടെ 19 വരെ ഉള്ളു. 17ാമത്തെ സൂക്ഷിക്കണം കേട്ടോ, കാരണം ഇവിടെ 18 വരുന്നുണ്ട്. 17ാമത്തെ സൂക്ഷിക്കണം. അതുപോലെ 16ാം തീയതി സൂക്ഷിക്കണം. 16ാം തീയതിയിൽ ഇതൊന്നും വരില്ല. 16ാം തീയതി ആണെങ്കിൽ ഇതൊന്നും വരില്ല. ഓക്കെ, ഈ രണ്ടും വരില്ല. ഓക്കെ, സെറ്റ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? If the duo has started working on 1st August 2022, on which day will they complete the work? ഫസ്റ്റ് ഓപ്ഷൻ പറയണം 19 × 2. ഇവിടെയും വരില്ല കേട്ടോ, ഇവിടെ നോക്കാം, ഞാൻ പറയാം. 19 × 2 38 മൈനസ് 19 മുമ്പുള്ള എത്ര ദിവസം ഉണ്ട്? 19 മുമ്പുള്ളത് മൈനസ് ചെയ്ത് നമുക്ക് വേണ്ടാത്തത് ഇത് വേണ്ട, ഇതും വേണ്ട. ബാക്കിയുള്ള എത്ര? 1 2 3 4 5. ഓക്കെ, സോറി, ഇവൻ ഇൻക്ലൂഡ് ചെയ്യട്ടാ. സോറി, ഇത്രയും ഭാഗം ഇൻക്ലൂഡ് ചെയ്യാം. സോറി. ഓക്കെ, 1 2 3 4 5 6 ദിവസം കുറയ്ക്കും.
അപ്പോൾ 6 ദിവസം കുറയ്ക്കുമ്പോൾ 32 യൂണിറ്റ്. നമ്മുടെ എത്ര യൂണിറ്റ് ഉള്ളത്? നമുക്ക് 30 യൂണിറ്റ്. അപ്പോൾ 2 യൂണിറ്റ് എക്സ്ട്രാ ഉണ്ട്. നമുക്ക് നോക്കാം ഏത് ക്ലോസ് വരാം. ഇനി 18 2 36 മൈനസ് 18-ാം തീയതി മുമ്പുള്ള 18-ാം തീയതി ബി അവധിയായിരിക്കും. അത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ അതെ 6, ഇവിടെ 6, ഇവിടെ 30. നമുക്ക് എത്ര ആവശ്യമുള്ള? നമുക്ക് 30 കറക്റ്റായിട്ട് വരുന്നുണ്ട്. 30 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 2 men A and B each working 12 hours per day can complete a piece of work in 20 days. ഓക്കെ, നോക്കുക, രണ്ടുപേരും ഓരോ ആൾക്കാർ വെച്ച് 12 ദിവസം വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് 20 ദിവസത്തിൽ വർക്ക് തീരും. അപ്പോൾ അവർ എത്ര മണിക്കൂർ ടോട്ടൽ വർക്ക് ചെയ്ത് നോക്കി? 20 × 12 ടോട്ടൽ വർക്ക് ചെയ്ത് 240 ഹവേഴ്സ് ആണ് ഇവർ രണ്ടുപേരും പണിയെടുത്തത്. ഓക്കെ, ഇനി ഫോർ എക്സിക്യൂഷൻ ഓഫ് ദ വർക്ക് ഇറ്റ് ഈസ് ഡിസൈഡഡ് ദാറ്റ് എ വിൽ വർക്ക് 8 hours. എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 8 മണിക്കൂർ. ഇനി ബി എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 6 മണിക്കൂർ. ഓക്കെ, ഇനി ദേ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എ. ഇഫ് ദ വർക്ക് ഗെറ്റ് കംപ്ലീറ്റഡ് എക്സ് ആൻഡ് വൈ ദെൻ എക്സ് വൈ. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സെയിം ഒരു സൈക്കിൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സൈക്കിൾ എത്ര? 14. ഇനി 14ന്റെ ഏത് മൾട്ടിപ്പിൾ ആണ് 240 അടുത്ത്? ദാറ്റ് ഈസ് 14ന്റെ 238 വരുന്നുണ്ട്. 240 താഴെ വേണം നമുക്ക്. ദാറ്റ് ഈസ് 14 × 17 ചെയ്യുമ്പോൾ നമുക്ക് 200. ഒരു സൈക്കിൾ ആട്ടത് 14 യൂണിറ്റ്സ്. ഒരു സൈക്കിൾ 1 സൈക്കിൾ ഈക്വൽ ടു 14 ഹവേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് 238. ബാക്കി എ വന്ന് ചെയ്യും ബാക്കിയുള്ളത്. അപ്പൊ ടോട്ടൽ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 17 × 2 ദാറ്റ് ഈസ് 34. അതിനുശേഷം 2 യൂണിറ്റ് ബാക്കിയുണ്ട്. എ വന്ന് 8 ഇത് ചെയ്യും. പക്ഷെ നമുക്ക് ഇതല്ല ആവശ്യം. നമുക്ക് ആവശ്യമുള്ളത് മൊത്തം എയും ബിയും കൂടി എത്ര വർക്ക് ചെയ്യുന്നതാണ്. 8 എഴുതുന്നതിനെക്കാട്ടും നല്ലത് നോക്ക്, ഇവിടെ 34 ഡേയ്സ് വന്നു. റൈറ്റ്, 34 ഡേയ്സ് 34 ദിവസം ഇങ്ങനെ സൈക്കിളിൽ വന്നു. ഇനി ബാക്കിയുള്ള എത്ര മണിക്കൂറുണ്ട്? ബാക്കിയുള്ളത് 238 വരെ എത്തി. ബാക്കിയുള്ള 2 ഹവർ ബാക്കി. 238 എത്ര മണിക്കൂർ ബാക്കി? 2 ഹവർ ബാക്കി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കും. ദ വർക്ക് ഗെറ്റ് കംപ്ലീറ്റഡ് ഇൻ എക്സ് ഡേയ്സ് ആൻഡ് വൈ ഹവേഴ്സ്. അല്ലാണ്ട് എയും ബിന്റെ കാര്യമില്ല. എക്സ് ഹവേഴ്സ് ആൻഡ് വൈ ഹവേഴ്സ്. ദെൻ എക്സ് വൈ ഇസ് ദിസ് ഇസ് എക്സ് വൈ. എക്സ് ഇസ് 34 ആൻഡ് വൈ ഇസ് 2. 34 and 2 ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, ഇനി 100 ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ആൻഡ് എ വുമൺ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. ദ മാൻ വർക്ക് ഓൺ ദ ഫസ്റ്റ് ഡേ, ദ വുമൺ വർക്ക് the same work is finished in 14.5 days. Okay, if they work together on alternative days, the woman start on the first day, then the work will be finished by the man alone in. നോക്കി, ഈ ക്വസ്റ്റ്യൻ്റെ ഞാൻ ടൈപ്പിംഗ് എറർ എടുത്താ ചെറുതായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി, മാൻ ആൻഡ് എ വുമൺ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. ദ മാൻ വർക്ക്സ് ഓൺ ദ ഫസ്റ്റ് ഡേ. ഓക്കെ, ഇനി ഇവർ മാൻ ഫസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 15 ദിവസം എടുക്കും. 15 days എടുക്കും. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റീവ് ഡേയ്സ്. ഫസ്റ്റ് മാൻ, പിന്നെ വുമൺ, ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വർക്ക് എപ്പോൾ തീർക്കാന്ന് വെച്ചാൽ 15th ഡേയിലാണ്. 15 days എടുക്കും തീർക്കാനായിട്ട്. ഇനി ഫസ്റ്റ് വുമൺ ആയിട്ട് തുടങ്ങി. ഫസ്റ്റ് വുമൺ, ദെൻ മാൻ, ദെൻ വുമൺ. ഇവരൊക്കെ കൂടി ഇങ്ങനെ വുമൺ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 14.5 ഡേയ്സിൻ്റെ ഉള്ളിൽ ആ വർക്ക് തീരും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മെൻ എലോൺ വർക്ക്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ വെച്ചാൽ എത്ര ദിവസം എടുക്കുന്നു മാത്രം വിഷയം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്ക് ഗൈസ്, ഈ 15 ദിവസത്തിലെ ആദ്യം മെൻ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാൻ 8 days മാൻ വർക്ക് ചെയ്യും. റൈറ്റ്, മാൻ വർക്ക് ചെയ്യും. ബാക്കിയുള്ള 7 days വുമൺ വർക്ക് ചെയ്യും. ഓക്കെ, മൊത്തം ഇവർക്ക് 15 days എടുക്കും. ഇനി സെക്കൻഡ് കേസിലോ, ദാറ്റ് ഈസ് സെക്കൻഡ് കേസിൽ 7 days. ഇനി 14.5 days ആകുമ്പോൾ 14.5 days ആകുമ്പോൾ ഫസ്റ്റ് 7 ദിവസം വുമൺ വർക്ക് ചെയ്യും. പിന്നത്തെ നോക്ക്, അല്ല ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് 7 days ഇവിടെ മെൻ വർക്ക് ചെയ്യും. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 0.5 days ഉള്ളൂ. അത് വുമൺ വർക്ക് ചെയ്യും. അടുത്ത ആളെ വുമൺ വരും. 0.5 days വുമൺ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ വുമൺ വർക്ക് ചെയ്യുന്നത് 7.5 daysഉം മാൻ വർക്ക് ചെയ്യുന്നത് 7 days സെക്കൻഡ് കേസിൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയും. നോക്ക്, 15 ദിവസത്തിൽ ഇവർ ചെയ്യുന്ന വർക്കും 14 ദിവസത്തിൽ ഇവർ ചെയ്യുന്ന വർക്ക്, 14.5 ദിവസത്തിൽ ചെയ്യുന്ന വർക്കും സെയിം അല്ലേ? ദാറ്റ് ഇസ് വർക്ക് ഡൺ ഇൻ 15 daysഉം ടോട്ടൽ വർക്ക്. ഓക്കെ, വർക്ക് ഡൺ, that is total work done in 15 days will be equal to total work done in 14.5 days. റൈറ്റ്, രണ്ടുപേരും സെയിം വർക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇക്വിറ്റി അല്ലോ. ദാറ്റ് ഇസ് 8 men plus 7 women ചെയ്യുന്ന വർക്ക്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 7.5 women plus 7 men. ഇക്വിറ്റി ചെയ്യുമ്പോൾ that will be 1 man will be equal to 0.5 women. ഇനി man by woman എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 0.5 by 1, that is 1 by 2 എന്ന് കിട്ടും. ഇനി ഇവിടെ ഏതെങ്കിലും ഒന്ന് ഇതിൽ പിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
ദാറ്റ് ഈസ് 8 മെന്നിന് 1 എന്ന് കൊടുക്കുക, വുമണിന് 2 എന്ന് കൊടുക്കുക. അപ്പോൾ 8 പ്ലസ് 7 2 14, മൊത്തം 22 നട്ടു. 22 ഈസ് ആൻസർ. 22 ഈസ് ആൻസർ. 22 ഡേയ്സ് ഈസ് ആൻസർ. ഓപ്ഷൻ എ. ഇനി ഇതിൽ കൊടുത്താലും സെയിം ആൻസറിന് കിട്ടാൻ പോകുന്നത്. കാരണം വുമണിന് 2 കൊടുത്തു, ഇവിടെ 15 കിട്ടും. 15 പ്ലസ് 7 എത്ര? 22. സെറ്റ് അല്ലേ? കാരണം ഇവിടെ 22 ആവുന്ന കാര്യം എന്താ പറയുക, ടോട്ടൽ വർക്ക് കിട്ടിയത് 22 ആണ്. 22 മാൻ്റെ എഫിഷ്യൻസി 1 ആണ്. കാരണം ടോട്ടൽ വർക്ക് ഫിനിഷ് ബൈ മാൻ എന്നാണ് തൊട്ട് ചോദിച്ചത്. 22/1. 22/1 ആണ് മാൻ്റെ ടോട്ടൽ വർക്ക് ഡൺ ബൈ മാൻ. ഇനി അവിടെ വുമൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 22. ഇനി വുമൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വുമൻ്റെ എടുക്കേണ്ട 2 ആയിരുന്നു. 22/2 ഈക്വൽ ടു 11 ആയേനെ. ഓക്കെ ഓക്കെ. ടു ഡു എ സർട്ടൻ വർക്ക്, അജയ് ആൻഡ് ഭരത് work on alternative days. Bharat starting on the work on the first day. Ajay can finish the same work in 12 days. Ajay ഒറ്റയ്ക്ക് വർക്ക് ചെയ്തന്നെ time taken by Ajay is just 32 days. Okay, if the work get completed in exactly 8 days, that is അജയും ഭരത്തും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഭരത് ആദ്യം തന്നെ started the work on the first day. Bharat, then Ajay, then Bharat, then Ajay, and this cycle keeps on repeated and they will complete the work in 8 days. 8 ദിവസത്തിനുള്ള വർക്ക് തീർക്കും. 8 days. Okay, 8 days ആൻസർ ഞാൻ പറഞ്ഞു. 4 times efficiency of Bharat plus that is 4 days efficiency of Ajay. ഇനി വർക്ക് എന്താണ് ഗൈസ്? വർക്ക് ഇസ് ടൈം ഇൻറ്റു വർക്ക് ഇസ് ടൈം ഇൻറ്റു എഫിഷ്യൻസി, റൈറ്റ്? നമുക്കറിയാലോ ഇത്. നമുക്ക് ടോട്ടൽ അജയ് മാത്രം 32 ദിവസത്തിൽ തീർക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അജയുടെ സമയം ഇൻറ്റു അജയുടെ എഫിഷ്യൻസി. ഓക്കെ, ഇത് രണ്ടും ഇക്വേറ്റി പരസ്പരം. അവിടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 32 EA വിൽ ബി ഈക്വൽ ടു 4 EB പ്ലസ് 4 EA. ഇവിടുന്ന് എന്താണ്? ഇവിടുന്ന് ദാറ്റ് ഈസ് 28 EA will be equal to 4 EB. Now EA by EB will be equal to 4/28. Okay, that is just 2/14 and that is 1/7. That is 1/7. Okay, ഇനി എന്താ ചോദിച്ചിരുന്നത്? ഭരത് alone can finish 7 times the same work in. ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ is just 32 EA. 32 into EA is just 1. That is 32. ഇനി എന്താണ്? ഭരത് alone can finish 7 times the same work. 7 times the same work. 7 into 32. എത്ര സമയം എടുക്കുന്നു ചോദിച്ചാൽ that is efficiency of Bharat into time. Efficiency of Bharat എത്ര? Efficiency of Bharat എന്ന് പറഞ്ഞാൽ 7. Right? Efficiency of Bharat എത്ര? 7 വെട്ടികൾ. Time is 32. 32 option D is the right answer. Okay. To do a work, A and B can work on alternative days. B beginning the work on the first day. A alone can complete the work in 24 days. That's time taken by A alone എന്ന് പറയുമ്പോൾ that will be 24 ദിവസം. Okay, if the work get completed in 11 1/3 days, then B alone can work the 7/9 work in. Okay, 11 1/3 days ഇതാണ് ആരാണ്? that is B ആയെന്ന് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് A, അത് കഴിഞ്ഞിട്ട് B, അങ്ങനെ ഇവർ ഒരുമിച്ച് 11 1/3 that is 33 34/3. 34/3 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു തീർക്കും. ഓക്കെ, അല്ലെങ്കിൽ 11 1/3 എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. 1/3. ഓക്കെ, ഇനി 11 1/3 സ്പ്ലിറ്റ് ആക്ക്. ദാറ്റ് ഈസ് ഇതിൽ ഫസ്റ്റ് തന്നെ 6 5. ഓക്കെ, 11 ആയില്ലേ? ഫസ്റ്റിന് എന്താ അറിയുക? ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞുതരാം. ബാക്കിയുള്ള എഴുതുന്നതായിരിക്കും. ദാറ്റ് ഈസ് 5 എഴുതാം, ഈക്വൽ ആക്കാം. 5 5 10 ആയി. ഇനി ബാക്കിയുള്ള ഒരു ഭാഗം ഇവിടെ എഴുതാം. ഇനി ബാക്കിയുള്ള 1/3 ഭാഗം ഇവിടെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 6, ഇവിടെ 5 1/3. ഓക്കെ, ഇത് ബിയുടെ, ഇത് എയുടെ. ഓക്കെ, ഇനി 6B പ്ലസ് 5 1/3 എനിക്ക് 15 16/3 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് എ, ദാറ്റ് ഈസ് എ ഇൻറ്റു എഫിഷ്യൻസി ഓഫ് എ ഞാൻ എ എന്ന് എടുക്കുന്നു. എ ഇൻറ്റു 24 ഇങ്ങനെ ആയാലും എടുക്കാം. 24 എന്ന് എടുക്കാം. ദാറ്റ് ഈക്വൽ ടു 24A. Okay, now 6B equal to 24 minus 16/3A. Okay, 24 3 എത്ര? 72. 72 മൈനസ് 16 എത്ര? 56 വരും. 56/3 വരും. ദാറ്റ് ഈസ് 6B ഈക്വൽ ടു 56/3 വരും. ഇനി B/A ഈക്വൽ ടു 56 ഇവിടെ അതിനെ വെട്ടിക്കളട്ടെ, ചെറുതാക്കട്ടെ. ദാറ്റ് ഈസ് ഇവിടെ 3 എന്നാക്കാം. ഇവിടെ നമുക്ക് 8 14 28/9 ആക്കാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്?
then B alone can complete 7/9 of the original work. 7/9 of the original. B alone. B എത്ര ദിവസം എടുക്കും നോക്കുന്നത്. ബിയുടെ എത്രയാണ് എഫിഷ്യൻസി ഒന്ന് 28. ഇനി ബി എത്ര ദിവസം എടുക്കുന്നു വെച്ചാൽ ദാറ്റ് ഈസ് ദ ഡേയ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ നീ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A × 24. A × 24 എന്ന് പറയുമ്പോൾ A എന്ന് പറയുമ്പോൾ 9 × 24. ഇനി ഫുൾ വർക്ക് അല്ലല്ലോ, എത്ര ഭാഗം വർക്കാണ്? 7/9 പാർട്ട് ഓഫ് ദ വർക്ക്. 7/9 by 7/9. 9 വെട്ടിക്കുള്ള 7 4 ടൈംസ്. ഇനി ഇവിടെ 6 ടൈംസ്. ഡേയ്സ് വിൽ ഈക്വൽ 6 6 ദിവസം. ഡി ഈസ് റൈറ്റ്. 100 question ചാലഞ്ചിലെ 44ാമത്തെ ക്വസ്റ്റ്യൻ. അമൻ ആൻഡ് രാജൻ are working at a construction site in some engineering experiment. Aman is constructing a wall while Rajan is demolishing the wall. Aman can build the wall in 15 days. Okay, Aman എത്ര സമയം എടുക്കും? Time taken by Aman will be equal to 15 days. Okay, to build it. Okay, and Rajan will take 20 days to completely demolish it. അപ്പോൾ രാജൻ എന്ത് ചെയ്യുന്ന? രാജൻ ചെയ്യുന്ന നെഗറ്റീവ് വർക്കാണ്, പൊളിക്കുക ചെയ്യുന്നത്. അപ്പോൾ -20 days എടുക്കണം. ഓക്കെ, -20 days. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് കംപ്ലീറ്റ്? ഹൗ മെനി ഡേയ്സ് വിൽ ദ കംപ്ലീറ്റ് വാൾ ബി ബിൽഡ് ഫോർ ദ ഫസ്റ്റ് ടൈം if they work on alternative days while Aman working on the first day? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എൽസിയം എടുക്കണം. എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 15 × 4 20 × 3. ഇനി ഓൾവേസ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോർ ദ ഫസ്റ്റ് ടൈം എന്നല്ല കാണിച്ചെന്നേ. ദാറ്റ് ഈസ് ഹൗ മെനി ഡേയ്സ് വിൽ ദ കംപ്ലീറ്റ് ദ വാൾ ബി ബിൽഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇഫ് ദ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം എപ്പോഴും ആദ്യമായിട്ട് പണി തീർക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത് അറിയോ? ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ആദ്യമായിട്ട് ഒരാൾ +3 വർക്ക് ചെയ്യുന്നു, പിന്നെ വേറെ അത് ഒരാൾ പൊളിക്കുന്നു, ദാറ്റ് ഈസ് -1. അപ്പോൾ തിരിച്ച് ഇവിടേക്ക് എത്തും. അങ്ങനത്തെ ഓരോ ടൈപ്പുകളിൽ, അതായത് അങ്ങനത്തെ ഓരോ ടൈപ്പുകളിൽ എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്കിനെ എപ്പോഴും ഉണ്ടല്ലോ, ടോട്ടൽ വർക്കിനെ എന്തായിട്ട് അസ്യൂം ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ടോട്ടൽ വർക്കിനെ 60 മൈനസ് പോസിറ്റീവ് വർക്ക്. എപ്പോഴും ഓർത്ത് വയ്ക്കണം, 60 മൈനസ് പോസിറ്റീവ് വർക്ക് എന്താണോ അത് വെച്ച് മൈനസ് ചെയ്യണം. 60 - 4 പോസിറ്റീവ് വർക്ക് എന്താണോ അത് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 56. ഇനി ഇവിടെ നോക്ക്, ടോട്ടൽ എഫിഷ്യൻസി നോക്ക്. 4 ഉണ്ട്, ഇവിടെ -3 ആട്ടോ. 4 ഉണ്ട്, -3. ടോട്ടൽ എഫിഷ്യൻസി വരുന്നത് 1. ഒരു യൂണിറ്റിൽ ദാറ്റ് ഈസ് 1 ഡേ എന്ന് പറയും. ഒരു സൈക്കിളിൽ ഫസ്റ്റ് ഡേയിൽ പണിയും രണ്ടാമത്തെ ദിവസം പൊളിക്കും. ഒരു സൈക്കിളിലുള്ളത് 1 യൂണിറ്റ് വർക്കാണുള്ളത്. ഇനി എനിക്ക് 56 യൂണിറ്റ് വർക്ക് വേണം. 56 യൂണിറ്റ് രണ്ട് സൈഡിൽ 57 മൾട്ടിപ്ലൈ. അപ്പോൾ 56 സൈക്കിൾ വിൽ ഗീവ് മീ 56 യൂണിറ്റ് വർക്ക്. ഓക്കെ, ഇനി ദാറ്റ് ഈസ് 56 സൈക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 112 ഡേയ്സ് വിൽ ഗീവ് മീ 56 യൂണിറ്റ് വർക്ക്. ഇനി എത്ര വർക്ക് ബാക്കിയുണ്ട്? നമുക്ക് 60ലേക്ക് അല്ല എത്തണ്ടേ? 60ലേക്ക് എത്താനായിട്ട് 4 യൂണിറ്റ് ഇതാ എ ഒരു ദിവസം വന്ന് വർക്ക് ചെയ്ത 4 യൂണിറ്റ്. അപ്പോൾ 1 ഡേ ഈക്വൽ ടു 60 യൂണിറ്റ്. ഇപ്പോൾ എത്ര ഡേയാ? ദാറ്റ് ഈസ് 13. ഇതാണ് റൈറ്റ് ആൻസർ. 113. ഓക്കെ, 113 ഡേയ്സ് ആണ് റൈറ്റ് ആൻസർ. 113 ഡേയ്സ് ആണ് റൈറ്റ് ആൻസർ. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു കാണിച്ചു തരാം. നോക്ക്, ടോട്ടൽ വർക്ക് 60 എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റും. എങ്ങനെ തെറ്റെന്ന് കാണിച്ചു തരാം. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് സപ്പോസ് 60 എടുക്കുന്നു. ദാറ്റ് ഈസ് ഒരു സൈക്കിളിൽ 1 യൂണിറ്റ്. എനിക്ക് എന്താ വേണ്ടത്? 60 സൈക്കിളല്ല വേണ്ടത്, 60 യൂണിറ്റിൽ എനിക്ക് വേണ്ടത്. 60 യൂണിറ്റിനായിട്ട് ഇൻറ്റു 60 സൈക്കിൾ വരും. അപ്പോൾ 60 സൈക്കിളിൻ്റെ ആൻസർ എന്താ? 60 × 2 120. 120 ആണോ ആൻസർ? അല്ല. ആൻസർ എന്താ? 113. 113ാമത്തെ ദിവസം നമ്മൾ ഫുള്ളാക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ളായി പണി നടക്കുന്നത് 113ാമത്തെ ദിവസം ഫുള്ളായി പണി തീർക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താ വേണ്ടേ? 60 ആയതിന് പോസിറ്റീവ് വർക്ക് കുറയ്ക്കണം. അപ്പോൾ അത് 56 ആവും. ബിക്കോസ് പണിയും പൊളിക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് എന്ന് പോസിറ്റീവ് വർക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി 56 സൈക്കിൾ, ഒരു സൈക്കിളിൽ 1 യൂണിറ്റ്. 56 സൈക്കിളാണ് 56 യൂണിറ്റ് വരാം. ഓക്കെ, 56 യൂണിറ്റ് വരാം. ഇനി 56ൻ്റെ ഒരു സൈക്കിൾ എത്ര? 2 ദിവസമുള്ള. അപ്പോൾ 112 ഡേയ്സ് വിൽ ബി ഈക്വൽ ടു 56 യൂണിറ്റ്. ഇതിന് ശേഷം ഈ 68 ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ബാക്കിയുണ്ടോ? ദാറ്റ് ഈസ് എ വന്ന് ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി തീർന്നു. 1 ഡേ എന്റെ ദാറ്റ് ഈസ് 4 യൂണിറ്റ്. ഇനി നമുക്ക് 113 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 യൂണിറ്റ്. ഓക്കെ, 113 ഡേയിൽ തീരും പണി. 120 അല്ലാത്ത ആൻസർ തെറ്റാ. 113 is റൈറ്റ് ആൻസർ. ഇനി എന്തുകൊണ്ട് 120th ഡേ 60 വന്നു ഞാൻ കാണിച്ചു തരാം. നോക്ക്, +4 ഇത് കഴിഞ്ഞിട്ട് 114th ഡേ
ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് A വന്ന് പണിയെടുത്തു, അത് കഴിഞ്ഞിട്ട് ആരാ B വരും, B വന്ന് പൊളിക്കും, -3 വരും. ഇനി 115-ാമത്തെ ദിവസം A വന്ന് പണിയും, 116-ാമത്തെ ദിവസം B വന്ന് പൊളിക്കും, 117-ാമത്തെ ദിവസം A വന്ന് പണിയും, 118-ാമത്തെ ദിവസം B വന്ന് പൊളിക്കും, 119-ാമത്തെ ദിവസം A വന്ന് പണിയും, 120-ാമത്തെ ദിവസം B വന്ന് പൊളിക്കും. അപ്പോൾ നോക്കി നോക്ക്, ഇവിടെ 1 എന്ന് വരും, ഇവിടെ അതെ 1, ഇവിടെ അതെ 1. ഓക്കെ, ഇപ്പൊ എത്രയായി? 61 പ്ലസ് 62 പ്ലസ് 63. 63 മൈനസ് 3 എത്ര വരുന്നത്? 60. 120-ാമത്തെ ദിവസം 60 എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് 120 ദിവസമല്ലേ വേണ്ടേ? ദാറ്റ് ഇസ് ബൈ 1/3 ഡേ. അപ്പോൾ ടോട്ടൽ വർക്ക് പോസിറ്റീവ് വർക്ക് മൈനസ് ചെയ്യണം. Okay, in a computer game, a builder can build a wall in 10 hours. Okay, while destroyer can completely demolish in 25 hours. So builder എത്ര സമയം എടുത്തു? 25 മണിക്കൂറിൽ പണിയും. ഇനി ഡിസ്ട്രോയർ എത്ര? 25 ആയിരുന്നില്ലേ? ഓ സോറി, 10 മണിക്കൂർ. ഓക്കെ, 10 മണിക്കൂർ. ഓക്കെ, 10 മണിക്കൂറിൽ ബിൽഡർ പണിയും. ഇനി ഡിസ്ട്രോയർ അത് തകർക്കുന്നത് 25 മണിക്കൂറിലായിരിക്കും, -25 hours. ഓക്കെ, ഇനി LCM എടുക്കുക, ദാറ്റ് വിൽ ബി 50. അപ്പോൾ എഫിഷ്യൻസി എടുക്കുമ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ +5 ആയിരിക്കും. ഇനി ഡിസ്ട്രോയർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ -2 ആയിരിക്കും. ഓക്കെ, ഇനി ബോത്ത് ബിൽഡർ ആൻഡ് ഡിസ്ട്രോയർ were initially designed to work together on level ground, but after 15 hours the destroyer were removed. That means 15 മണിക്കൂർ ബിൽഡറും ഡിസ്ട്രോയറും ഒരുമിച്ച് വർക്ക് ചെയ്യും, എന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിസ്ട്രോയറിനെ മാറ്റും. How much time will it take to build the entire wall? Okay, that is total work ആയെന്ന് എടുക്കേണ്ടതായിരിക്കും. ടോട്ടൽ വർക്ക് ആയെന്ന് എടുക്കുക. ദാറ്റ് ഈസ് വാള് ഫുള്ളായി പണിയാനായിട്ട് എത്ര ടോട്ടൽ വർക്ക് റിക്വയർഡ്? ദാറ്റ് ഈസ് ടൈം ടേക്കൺ ബൈ ബി into efficiency of B. Okay, that is time taken by B is എത്ര ദിവസമായിരുന്നു? That is time taken, that is 10 hour. That is 10 hour into 5. Efficiency is 5. That is 50 units. Okay, ഇനി നോക്ക്, 15 മണിക്കൂറിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. 15 മണിക്കൂറിൽ ഫോർ 15 hours അവർ എഫിഷ്യൻസി ടോട്ടൽ എടുക്കുക. ദാറ്റ് ഈസ് എഫിഷ്യൻസി ടോട്ടൽ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 15 into 5 - 2, ദാറ്റ് ഈസ് 3 into 3. ബാക്കിയുള്ള സമയം നമ്മുടെ ആര് പണിയും? ബിൽഡർ മാത്രമേ പണിയുള്ളൂ. ഇനി എത്ര ടൈം എടുക്കുന്നു വെച്ചാൽ അല്ലേ, റൈറ്റ്? ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടേക്ക് ടു ബിൽഡ് ദ എൻറ്റയർ വാൾ? മൊത്തം വാൾ പണിയാണ്. ഇവിടെ 15 മണിക്കൂർ ഓൾറെഡി ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. ഹൗ മച്ച് ടൈം? 15 മണിക്കൂർ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഹൗ മച്ച് ടൈം ഡിഡ് the builder take to build the remaining part? That is plus 5x should be equal to 50. Okay, in 5x will be equal to, that is 50 minus 45, that will be 5. X will be equal to 1. That is 15 plus 1, answer will be 16. By our answer 16 hours. There are two robots A and B which can construct a duplicate of the Great Wall of China alone, working 24 years and 20 years. Okay, A 24 years, B 20 years. മൊത്തം രണ്ടും കൺസ്ട്രക്ഷൻ അല്ലേ? ഓക്കെ, വിച്ച് ക്യാൻ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, റെസ്പെക്ട്ലി. ഓൾസോ ദർ ഇസ് എ റോബോട്ട് സി വിച്ച് ക്യാൻ ഡിസ്ട്രോയ് ദ ഫുള്ളി കൺസ്ട്രക്റ്റഡ് വാൾ ഇൻ 30 years. സീനെ ഒന്ന് C -30. Okay, -30. If the robots are working alternately for 1 year, yes, alternatively case for 1 year each. Okay, one after the another, starting with robot A, then C. Okay, after first ഇവിടെ LCM കണ്ടുപിടിച്ച് നോക്കുക. 20-ന്റെയും 30-ന്റെയും LCM എത്ര? 60. പിന്നെയുള്ള എന്താ? 24, റൈറ്റ്? അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും 6 into 10 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 6 into 4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ LCM is 6 into 40. That is 240. That is 240. 240. Okay. Okay. ഇനി A efficiency 10. B efficiency is 12. C efficiency is 8. -8 കേട്ടാ. ഇനി ഓൾവേസ് നോക്കുക, ആൾട്ടർനേറ്റീവ് ഡേയ്സിലെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവ് വർക്ക്, ടോട്ടൽ വർക്ക് എന്ന് പോസിറ്റീവ് വർക്ക് മൈനസ് തന്നെ പറയുന്നത് 240 minus this is 22, and that is equal to total work is just equal to 218 units. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ആരാ ആദ്യം വർക്ക് ചെയ്യുന്നത്? ഓക്കെ, if the robots are working alternately for 1 year, one after the other, starting with A ആണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. എയുടെ 10 യൂണിറ്റ് ആദ്യം. പിന്നെ ആരാ വർക്ക് ചെയ്യുന്നത്? പിന്നെ then C after every robot B എന്ന് വെച്ചാൽ B ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത്. that is 12 plus 12 now minus this will be 8.
ഓക്കെ, ഈ സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരു സൈക്കിളിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 14 യൂണിറ്റ്, റൈറ്റ്? 14 യൂണിറ്റ് ഒരു സൈക്കിൾ എത്ര 3 ദിവസം ഉണ്ട്. അപ്പോൾ 14 ഇൻറ്റു 15 ഓക്കെ, ഇവിടെ അത് ഇൻറ്റു 15, ദാറ്റ് ഈസ് 15 സൈക്കിൾ വിൽ ഗീവ് യു 210. ഇനി 210 ശേഷം 210 എത്ര ദിവസം? 15 ഇൻറ്റു 3, ദാറ്റ് ഈസ് 45 ഡേയ്സ്, ദാറ്റ് ഈസ് 45 ഡേയ്സ് വിൽ ഗീവ് മീ 210. ഇനി 40 നോക്ക്, ദാറ്റ് ഈസ് 45th ഇയർ. ഓക്കെ, ഇൻറ്റു 3 ചെയ്യുമ്പോൾ 45 ഇയർ വിൽ ഗീവ് മീ 210 യൂണിറ്റ്സ്. ഇനി 46th ഇയർ എ വന്ന് വർക്ക് ചെയ്യും. എന്റെ എഫിഷ്യൻസി എത്ര? എയുടെ എഫിഷ്യൻസി 10. അപ്പോൾ ദാറ്റ് വിൽ ബി 220. ഓക്കെ, 47th ഇയർ ദാറ്റ് വിൽ ബി ബി വന്ന് വർക്ക് ചെയ്യും. ബിയുടെ എന്താ? 12 വരുമ്പോൾ 232. ഇനി 48th ഇയർ ആരാ വേണ്ടത്? നമുക്ക് എവിടെ വരെ എത്തണം? 8 മൈനസ് 80, ദാറ്റ് വിൽ ബി 224. ഓക്കെ, ഇനി 49th ഇയർ ആര് വരും? 49th ഇയർ നമ്മുടെ എ വരും. എ 10 വെച്ച് കുറയ്ക്കും. അപ്പോൾ ദാറ്റ് വിൽ ബി 234. ഇനി 50th ഇയർ ആര് വരും? 50th ഇയർ ബി വരും. 12 വെച്ച് വരും. 12 ഫുള്ളായി വേണോ? 12 ഫുള്ളായി വേണ്ട, നമുക്ക് അവിടെ വെറും 6 യൂണിറ്റ്, 6/12 മതി. അവിടെ എത്തുന്നത് എത്ര? 12 ആൻസർ 246 യൂണിറ്റ് എത്തും. അപ്പൊ നമുക്ക് 49. ഓക്കെ, അപ്പൊ നമുക്ക് 49 ഇയറും വേണം. ബാക്കിയുള്ള എത്രയായിരുന്നു? 6. 6 ഇനി ബിയിൽ എത്രയായിരുന്നു? 12. ഓക്കെ, ഇത്ര മതി. കാരണം നമുക്ക് 246 എത്തണ്ട, നമുക്ക് 240 എത്തിയാൽ മതി. 49 വർഷം കഴിഞ്ഞിട്ട് ഇത്ര ഭാഗം ബി വർക്ക് ചെയ്താൽ മതി. 49 1/2 ഇയർ ഈസ് ദ ആൻസർ. 49 1/2 ഓപ്ഷൻ ഇല്ലേ? 49.5 ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഇവിടെ ഉണ്ടല്ല, ഞാൻ LCM എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഇത് കാണിച്ചു. അതെന്ന് വെച്ചാൽ ഒന്നുകൂടി സിമ്പിൾ ആയനെ. കാരണം 120 വരുന്നുണ്ട്. 120 വരുന്നുണ്ട്, കാണിച്ചാ 120 വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 6 ഒന്നാമത് 20 30 60 എടുക്കാം, പിന്നെയുള്ള 24 എടുക്കാം. ഓക്കെ, എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 2 അല്ലേ? ഇവിടെ എന്താണ്? 6 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പൊ കോമൺ ആയിട്ട് 6 12 2 കോമൺ ആയിട്ട് എടുക്കുക. 12 ഇൻറ്റു 5 ഇൻറ്റു 2 10. 120 എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, 120 എടുത്താൽ ഒന്നുമല്ല, 120 എടുത്താൽ 20, റൈറ്റ്? എഫിഷ്യൻസി ഇവിടെ 5 വരും. ഇനി ഇവിടെ 6 വരും. ഇവിടെ -4 വരും. ഓക്കെ, അപ്പൊ 120 നമ്മൾ പോസിറ്റീവ് വർക്ക് കുറക്കി, 11 കുറക്കി. അപ്പൊ എത്ര വരും? 109 വരും. ഓക്കെ, ഇനി ഇതിന് നെറ്റ് എടുക്കുക. 5 11 -4 ഇറ്റ് വിൽ ബി 7. ദാറ്റ് ഈസ് ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 7 യൂണിറ്റ്. ഇനി എത്ര യൂണിറ്റ് വേണം? ദാറ്റ് ഈസ് 7 1 ബാക്കി 3 ഒരു 15 യൂണിറ്റ് വേണം. ഓക്കെ, 15 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 15 സൈക്കിളിൽ എത്ര ആയിരിക്കും? ഇൻറ്റു 15 ദാറ്റ് ഈസ് 15 സൈക്കിളിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 105 കിട്ടാൻ പോകും. ദാറ്റ് ഈസ് 105 എന്ന് പറയുമ്പോൾ എത്ര ഇതാണ്? 3, ദാറ്റ് ഈസ് 45 ഡേയ്സിലാണ് 45 ഇയേഴ്സിൽ, സോറി. ഇപ്പൊ 45 ഇയേഴ്സ്. ഓക്കെ, 45 ഇയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 105 യൂണിറ്റ്. ഇനി 46ാമത്തെ ഇയർ എന്ന് പറയുമ്പോൾ അടുത്ത ആൾ വരും. ദാറ്റ് ഈസ് എ വരും. എ 5 യൂണിറ്റ് ആയി വരും. ദാറ്റ് ഈസ് 120 ആവും. 110 ആവും, സോറി 110. ഇനി 47ാമത്തെ ഇയർ. ഓക്കെ, ദാറ്റ് ഈസ് -4 ചെയ്യണം. -4 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 106 വരും. 48ാമത്തെ ഇയർ 5 വരും. നമുക്ക് ഇവിടെ ചെറിയ തെറ്റ് വരും, കാരണം ബി +6 ആണ്. +6 വരുമ്പോൾ 116 വരും. 116. ഇനി 48ാമത്തെ ഇയർ എന്ന് പറയുമ്പോൾ -4 ചെയ്യുമ്പോൾ 112. ഓക്കെ, ഇനി 49ാമത്തെ ഇയർ ദാറ്റ് വിൽ ബി 117. അത് കഴിഞ്ഞിട്ട് 50ാമത്തെ ഇയർ ഇറ്റ് വിൽ ബി ഫുള്ളി എക്സീഡ് ചെയ്യും. ദാറ്റ് 4 വരുമ്പോൾ +6 വരുമ്പോൾ 123. അത് വേണ്ട നമുക്ക്. ദാറ്റ് ഈസ് 49. ബാക്കിയുള്ള എത്ര വർക്ക്? 3 യൂണിറ്റ് വർക്കുള്ള. ഇനി ബിയിലെ കഴിവ് എത്രയുള്ള? 6 1/2. ഓക്കെ, 1/2. ഇനി ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇനി നോക്ക്, ഈ ജസ്റ്റ് ഒരു എബോ 109 ജസ്റ്റ് ഒരു എബോ
കിട്ടുന്ന വാല്യൂ ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു എബോ ഈ ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തും കുഴപ്പമില്ല, കാരണം ജസ്റ്റ് ഒരു എബോ. അപ്പോൾ ദാറ്റ് ക്യാൻ ബി, എനിക്ക് 15 പകരം 16 ചെയ്ത് നോക്ക്, 16 ചെയ്തു ഇൻറ്റു 16 സൈക്കിൾ. ഓക്കെ, ദാറ്റ് ഈസ് 112 എന്ന് തോന്നുന്നു. അപ്പോൾ എത്ര? 112 യൂണിറ്റ് എന്ന് തോന്നുന്നു. ജസ്റ്റ് 3 എബോ കാണിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, ഈ എടുത്ത വാല്യൂവിൻ്റെ ജസ്റ്റ് 3 എബോ കാണിച്ചാൽ കുഴപ്പമില്ല. ഇനി ദാറ്റ് ഈസ് 48 സൈക്കിൾ, 48 ഇയർ ഇങ്ങനെ തന്നെ, ദാറ്റ് ഈസ് 112. ഇനി 49th ഇയർ എന്ന് പറയുമ്പോൾ ആര് വരും? 49 ഇയർ എന്ന് പറയുമ്പോൾ എ വരും, റൈറ്റ്? അപ്പോൾ 117. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമില്ല. ഓക്കെ, 49 കഴിഞ്ഞിട്ട് ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 123 യൂണിറ്റ് ഉണ്ട്. ബിയിൽ എത്ര കഴിവുണ്ട്? ബിന് 6 യൂണിറ്റ് കഴിവുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 49 1/2. ദാറ്റ് ഈസ് ആൻസർ, 1/2 ഇയർ, 49.5. ഓക്കെ, ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇതാണെന്ന് പെട്ടെന്ന് തീർക്കാം. ജസ്റ്റ് 3 പോയാലും കുഴപ്പമില്ല. നോക്ക്, ഇവിടെ 15 പകരം 16 മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ എളുപ്പമായി. പക്ഷെ ഏതൊരു വാല്യൂ 120 കൂടുതൽ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വാല്യൂ എടുത്തിട്ട് 120 കൂടുതൽ വാല്യൂ വരുന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് നമ്പർ ട്രൈ ചെയ്ത് 120 കൂടുതൽ വാല്യൂ ആൻസർ എടുക്കാൻ ഒരിക്കലും പാടില്ല. ജസ്റ്റ് മേലെ പാടുള്ളൂ കേട്ടോ, ജസ്റ്റ് മേലെ, അല്ലെങ്കിൽ മറ്റേ തന്നെ ഫോളോ ചെയ്തോ. ദാറ്റ് ഈസ് ഇതിന്റെ തൊട്ട് താഴെയുള്ളതായിട്ട്. 100 ക്വസ്റ്റ്യൻ ചാലഞ്ച്. 47ാമത്തെ ക്വസ്റ്റ്യൻ. പി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. പിന്നെ എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. ആൻഡ് ക്യൂ ഇൻ 40 days. Q in 40 days. Okay, they work together for 4 days. Efficiency അതിനാണ് പഠിക്കും. LCM എത്ര വരും? 120. ദാറ്റ് ഈസ് 40 വെച്ച് 3, 30 വെച്ച് 4. ഓക്കെ, ഇനി നോക്ക്, ദി വർക്ക് ടുഗദർ ഫോർ 4 days. 4 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. പി ആൻഡ് ക്യൂ 4 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആരെ ലെഫ്റ്റ് ആയ? ആൻഡ് ക്യൂ ലീവ്സ്. ഓക്കെ, അതുകൊണ്ട് ബാക്കിയുള്ള ജോലി പി മാത്രം ചെയ്യുന്നു. ഓക്കെ, പി മാത്രം ചെയ്തു. നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ പി ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. നോക്ക്, 4 ദിവസം പി ആൻഡ് ക്യൂ ഒരുമിച്ച്, രണ്ടുപേരും എഫിഷ്യൻസി എത്ര? 7. ഓക്കെ, ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ പി മാത്രം. ഓക്കെ, പിയുടെ എഫിഷ്യൻസി എത്ര? 4. 4 ഇൻറ്റു ബാക്കിയുള്ള റിമൈനിങ് എക്സ് എടുക്കുന്നു. ടോട്ടൽ വർക്ക് 120. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ ടോട്ടൽ ഡേയ്സ് ആണോ? ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ പി ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 4x ഈക്വൽ ടു 120 മൈനസ് 21. 120 മൈനസ് 21, സോറി 28. That is 92 by 4. Okay, that is 23 days. Okay, 23 days. 23 days. That is option A. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാട്ടാ. ടോട്ടൽ വർക്ക് 120 കണ്ടുപിടിച്ചു. ഇനി 4 ദിവസമാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ 4 ദിവസം വർക്ക് എന്ന് പറയുമ്പോൾ 7 × 4 28, മൈനസ് 28 ചെയ്യുമ്പോൾ ബാക്കി 92 എത്ര ഡേയ്സ് പി എടുത്തെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഡിവൈഡഡ് ബൈ 4. അങ്ങനെ വെച്ചാൽ ജസ്റ്റ് 23 എന്നുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ഇത്ര സ്റ്റെപ്പിനൊന്നും ആവശ്യമില്ല. നോക്കി, എ ആൻഡ് ബി ക്യാൻ വർക്ക് ടുഗദർ ഫോർ 15 and 30 days. അപ്പോൾ എന്താണ് ടോട്ടൽ വർക്ക് ഉള്ളത്? 30. ഓക്കെ, എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 യൂണിറ്റ്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1 യൂണിറ്റ്. ദി സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ ബട്ട് എ ലീവ്സ് ആഫ്റ്റർ 3 days. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇവിടെ 3 9 മൈനസ് 9 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 21. ഇനി ഹൗ മച്ച് ടൈം വിൽ ബി ടേക്ക് ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? ബിയുടെ എഫിഷ്യൻസി എത്രയായിരുന്നു? ജസ്റ്റ് 1, റൈറ്റ്? 21 by 1, ദാറ്റ് ഈസ് 21 days ഓൺലി. ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഞാൻ കാണിച്ചുതരാം, ഡീറ്റെയിൽ കാണിച്ചുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഹൗ മച്ച് ടൈം ടേക്കൺ ബൈ എ? എ ടേക്സ് 15 days, right? And B takes 30 days. ഓക്കെ, രണ്ടുപേരും വർക്ക് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് LCM എടുക്കുക. ദാറ്റ് ഈസ് 30 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും, ഇവിടെ 1 എന്ന് വരും. എഫിഷ്യൻസിയാണ്. ഇനി എയും ബിയും ഒരുമിച്ച് എത്ര ദിവസം വർക്ക് ചെയ്യുന്നു? എയും ബിയും ഒരുമിച്ച് 3 ദിവസം വർക്ക് ചെയ്യുന്നു. 3 ദിവസത്തെ വർക്ക് എന്ന് വെച്ചാൽ 3 ഇൻറ്റു ഇവിടെ 1 + 2, ദാറ്റ് ഈസ് 3. ഓക്കെ, പ്ലസ് ബാക്കിയുള്ള അതായത് എ ലെഫ്റ്റ് അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ബി മാത്രമുള്ള അവിടെ. ദാറ്റ് ഈസ് ബിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എക്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30. എക്സ് ഈസ് ജസ്റ്റ് നത്തിങ് ബട്ട് 30 മൈനസ് 9, ദാറ്റ് ഈസ് 21. 21 is the right answer. A and B can do a piece of work in 5 and 10 days respectively. A എത്ര? A 5, B 10. ഓക്കെ, ഇനി എന്തൊക്കെ നടക്കണം? Okay, 10 days. They began the work together and A left after some days. B finished the remaining days in 8 days. Set. Just 10 എടുക്കുക. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2, 1 വരും. രണ്ടുപേരും കൂടി ഒരുമിച്ച് certain number of days വർക്ക് ചെയ്യുന്നു. 3 എഫിഷ്യൻസി. അത് കഴിഞ്ഞിട്ട് 8 ദിവസം കൂടിയും ആര് വർക്ക് ചെയ്യുന്നു? They began the work together but A left after some days. B finished the remaining work in 8 days. 8 into 1, that is equal to 10. Okay, now after how many days did A leave? That is, no, 3x will be equal to 2, x will be equal to 2/3. Okay, 2/3 is the answer. 2/3 is, that is option D.
ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് ടേക്സ് 4 days to complete 1/3 of a job. 4 days to complete 1/3 of it. നോക്ക്, ഒരു ജോബിന്റെ 1/3 കംപ്ലീറ്റ് ചെയ്യാൻ എന് എടുത്തത് 4 days. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനോ, ദാറ്റ് ഇസ് 4 into 3 ചെയ്താൽ മതി. 4 into 3 12 days. 12 days. ഓക്കെ, ഇനി ബി. വൈ ടേക്സ്, ഇത് എക്സ് ആട്ടാ, എക്സ് വൈ എന്താണ്, വൈ ടേക്സ് 3 days to complete 1/6. അപ്പോൾ ഫുൾ ജോബ് ചെയ്യാനാ 18 ദിവസം, 18 days. ഇനി എന്തൊക്കെ ഉണ്ട്, സെഡ് ടേക്സ് 5 days to complete half the work. അപ്പോൾ സെഡ് എത്ര, ടോട്ടൽ എത്ര, 10. ഓക്കെ, ഇഫ് ഓൾ ഓഫ് ദം വർക്ക് ടുഗദർ, ഫസ്റ്റ് എൽസിയം കണ്ടുപിടിക്കട്ടെ. 12നും 10 എത്ര, എൽസിയം 60, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് 18 ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് 6 into 2 into 5. ഓക്കെ, ആൻഡ് ദിസ് ഇസ് 6 into 3. സോ എൽസിയം എന്ന് പറയുമ്പോൾ 6 into 10 into 3 30. Okay, that is 180. 180 is LCM. 180 is LCM. 180. 180. 180 is LCM. Okay, this is 1 and 6. So it is 15. Okay, this is 10 and this is 18. ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് ഓൾ ഓഫ് ദം വർക്ക് ടുഗദർ ഫോർ 3 days, 3 ദിവസം എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് 25, 25, 33, 43. ഓക്കെ, പ്ലസ് എക്സ് ആൻഡ് സെഡ് ക്വിറ്റ്. ഹൗ ലോങ് വിൽ വൈ ടേക്ക് ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? വൈൻ്റെ എഫിഷ്യൻസി ഇത്ര 10. 10y വിൽ ബി ഈക്വൽ ടു 180. You just subtract 10y will be equal to 180 minus 9, 129. Okay, that is 151. Y is just equal to 5.1. 5.1 days. Option C is the right answer. A man can finish a piece of work in 8 days. Okay, 8 days. While a woman can finish the same piece of work in 16 days. അപ്പോൾ ടോട്ടൽ വർക്ക് എടുക്കേണ്ടത് 16 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി മാൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8 into 2, ദാറ്റ് ഈസ് 2 units. ആൻഡ് വുമൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 unit. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റണം. They start working together and the man quit after 2 days. They start working together. അപ്പോൾ 2 + 1 3. എത്ര ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു? 2 ദിവസം. പ്ലസ് അത് സെറ്റ്. Then the woman continues. Okay, woman continues. That is 1 into. Okay. After 3 days, the man is back for work. Okay. ഇവിടെ 3 ദിവസം സ്ത്രീ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു. ഇനി മാനും വന്നു. മാൻ അപ്പോൾ 2 + 1 3. ഓക്കെ, ദെൻ ആഫ്റ്റർ 1 day ദ വുമൺ ക്വിറ്റ്സ്. അപ്പോൾ ഒരു ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വുമൺ ക്വിറ്റ് ചെയ്തു. അപ്പോൾ മാൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2. ആൻഡ് ദ റിമൈനിങ് വർക്ക് ഇസ് ഡൺ ബൈ ദ മാൻ, ദാറ്റ് ഈസ് 2 into x. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ മാൻ ടു ദ വുമൺ വർക്ക് ഡൺ ബൈ ദ വുമൺ. അതിന് തന്നെ റിമൈനിങ് എത്ര ഡേയ്സ് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 16 വരും. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു ദിസ് ഇസ് 6 + 3 9. 9 + 3 12. 16 - 12 ദാറ്റ് ഈസ് 4. അപ്പോൾ x ഈക്വൽ ടു 2. ബാക്കിയുള്ള 2 ദിവസം ഉണ്ട്. ഓക്കെ, ഇനി വർക്ക് ഡൺ ബൈ മാൻ ഈസ് ഈക്വൽ ടു, ഇവിടെ മാൻ വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഇവിടെ മാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മാൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് 2 into 2 4. 4 പ്ലസ് അതായത് ഇവിടെയും മാൻ വർക്ക് ചെയ്യുന്നുണ്ട്. 2 into 1 ദാറ്റ് ഈസ് 2 പ്ലസ് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. 2 into 2 4. ഓക്കെ, ദാറ്റ് ഈസ് 8 10. ഇനി വർക്ക് ഡൺ ബൈ, ഇനി വുമൺ എത്ര വർക്ക് ചെയ്ത് നോക്കാം. 1 എഫിഷ്യൻസി വുമൻ്റെ. ഇവിടെ 3 ദിവസത്തിൽ അല്ല 2 ദിവസത്തിൽ, ഇവിടെ 2 ദിവസത്തിൽ 1 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്ലസ് ഇനി ഇവിടെയുള്ള 1 ദിവസത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 into 1 ദാറ്റ് ഈസ് 1 ഓൺലി. പ്ലസ് ഇവിടെ 3 ദിവസത്തിൽ 1 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 into 1 1. ഇനി പ്ലസ് ഇനി വുമൺ കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ ദ മെൻ ആൻഡ് വുമൺ ക്വിറ്റ്സ് ആഫ്റ്റർ 2 days. 2 days ഫസ്റ്റ് തന്നെ വുമൺ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2. അത് കഴിഞ്ഞിട്ട് 3 ദിവസം വുമൺ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് 3. അത് കഴിഞ്ഞിട്ട് then the men is back, they work together for 1 day, right? Plus 1. ഇവിടുത്തെ 6. റേഷ്യോ എന്ന് പറയുമ്പോൾ 10:6. ദാറ്റ് ഈസ് 5:3. 5:3. ഓപ്ഷൻ എ is the right answer.